ഓക്കെ. ഏവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ ചർച്ച ദ ക്രക്സ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഓക്കെ. അപ്പൊ ഇങ്ങനൊരു സെഷൻ എടുക്കാനുള്ള റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നവഡേയ്സ് ഈ നവഡേയ്സ് അല്ല, ഈ ഏതാണ്ട് ഒരു ബ്രിട്ടീഷ് പൊളിറ്റീഷ്യൻ ആണെന്ന് തോന്നുന്നു. അതായത് ബെഞ്ചമിൻ ഡിസ്രേലി ആന്ന് തോന്നുന്നു. അതായത് നമ്മുടെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നല്ലൊരു ഒറേറ്റർ ആയിരുന്നു അയാള്. അന്ന് കേട്ടിട്ടുണ്ട്. അയാള് പറയണ്ടായിരുന്നു, ഒരു മോഡേൺ ഡേ യുഗത്തില് ഒരു സോഷ്യോ പൊളിറ്റിക്കൽ പ്രോസസ്സിൽ ഒരു സിറ്റിസൺ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ ലിറ്ററസി വേണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നേക്കഡ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞൊരു ബുക്കും, അതേമാതിരി ഹൗ ടു ലൈവ് വിത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞ ഡാരൽ ഹാറിൻ്റെ ഒരു ബുക്കൊക്കെ അവൈലബിൾ ആണ്. ഇപ്പം സ്റ്റാറ്റിസ്റ്റിക്കൽ ലിറ്ററസിയുടെ പേരിൽ ലാക്ക് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ലിറ്ററസി കാരണം ഒരു യുവതി മരിച്ച കേസുണ്ട്. ഒരു എന്താ പറയാ, ഒരു അയർലൻഡില്, ഒരു കാത്തലിക് കൺട്രി ആയ അയർലൻഡ് എങ്ങനെയാണ് അത് പ്രൊട്ടസ്റ്റന്റ് അല്ല അബോർഷൻ ലീഗലൈസ് ചെയ്യാനുള്ള കാരണം പോലും അതിൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ കാര്യങ്ങളുണ്ട്. പിന്നെ നാഷണൽ ഇൻകം അക്കൗണ്ടിങ്, പിന്നെ GDP, അങ്ങനെ കുറേ ഏരിയാസിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ലിറ്ററസി ആവശ്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു ഫിഗേഴ്സിൽ ഷാർപ്നെസ് വേണമെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സിൽ നല്ല നോളജ് വേണമെന്നുള്ള ആവശ്യമുണ്ട്. പക്ഷെ ഈ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ നോളജ് പക്ഷെ അത്രയും കോമൺ അല്ല. അതായത് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, സ്റ്റാറ്റിസ്റ്റിക്സ് ഒരു പേപ്പറായിട്ട് കൊമേഴ്സിനും സയൻസിനും ഇനി എഞ്ചിനീയറിംഗിനാണെങ്കിൽ പ്രോബബിലിറ്റി ഒക്കെ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കുന്നുണ്ടെങ്കിലും പീപ്പിൾ ലേൺ ഇനഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ടു പാസ് എക്സാം. ആൻഡ് ദെൻ മോസ്റ്റ് ഓഫൺ പീപ്പിൾ കൺഫ്യൂസ് പ്രൊസീജിയർ ടു കാൽക്കുലേറ്റ് മീൻ, മീഡിയൻ, മോഡ് ഓർ സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആണ് സ്കിൽ എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ സ്റ്റാറ്റിസ്റ്റിക്കൽ റീസണിങ്ങും കൂടി അതിൻ്റെ പുറകില് ഉണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സിനെ കുറിച്ചൊരു സമഗ്രമായ ഒരു അന്വേഷണം അറ്റ്ലീസ്റ്റ് ചിന്താധാരയിൽ കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളതാണ് ഈ ചർച്ചയുടെ ഉദ്ദേശം. അപ്പം നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പോവാം. അപ്പം ആദ്യത്തെ സെക്ഷനിൽ, അതായത് 4 ടൈപ്സ് ഓഫ് സ്കെയിൽ: നോമിനൽ, ഓർഡിനൽ, ഇന്റർവൽ, റേഷ്യോ, ഡിസ്ക്രീറ്റ് ഡാറ്റ വേഴ്സസ് കണ്ടിന്യൂസ് ഡാറ്റ. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് അബൌട്ട് സമ്മറൈസേഷൻ ഓഫ് ഡാറ്റ, അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ അറ്റ്ലീസ്റ്റ് അതിന് സമ്മറി സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പോലും പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ എന്തൊക്കെ സ്കെയിലുണ്ട്, എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്സ്, അതെന്താന്നുള്ളൊരു ആദ്യം ഒരു ചർച്ച വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് അതിന്റെ ഫോളോ അപ്പ് ആയിട്ട് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പല കാര്യങ്ങളെ കുറിച്ച് ചെയ്യാം. അപ്പൊ സ്റ്റാറ്റിസ്റ്റിക്സ് 4 തരം സ്കെയിൽ ഉണ്ടെന്നാണ് വെബ്. നോമിനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംതിങ് വിച്ച് പെർടെയിൻസ് ടു നെയിം. അപ്പോൾ ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഈവൻ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ പോലും നോമിനൽ ടൈപ്പിംഗ് വേഴ്സസ് സ്ട്രക്ചറൽ ടൈപ്പിംഗ് ഒരു വലിയ ഡിബേറ്റ് ആണ്. ടൈപ്പ് സ്ക്രിപ്റ്റ് സ്ട്രക്ചറൽ ടൈപ്പിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് അപ്പോൾ നെയിമാണ്. അപ്പോൾ ഇപ്പോൾ ലേബൽഡ് ഡാറ്റ എന്ന് വിളിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഗുഡ്, ബാഡ്, അഗ്ലി, ഓക്കെ, ഒരു സിനിമയുടെ പേര് മാത്രമല്ല, 3 ലേബൽസ് ആണ് അത്. അതേമാതിരി തന്നെ സംതിങ് ഈസ് യെസ് ഓർ നോ, ഓർ സംതിങ് ഈസ് ട്രൂ ഓർ ഫോൾസ്. അപ്പൊ നോമിനൽ ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ ഡാറ്റയാണ്, ലേബലാണ്. അതിനൊരു ന്യൂമറിക്കൽ കൊണോട്ടേഷൻ ഇല്ല. ഇറ്റ് സിഗ്നിഫൈസ് സം കൈൻഡ് ഓഫ് എ ക്ലാസ്, ഓർ വി ആർ അറ്റാച്ചിങ് എ ടാക്സോണമി ടു സംതിങ്. അതാണ് നോമിനൽ ഡാറ്റ. അപ്പൊ ഈ നോമിനൽ ഡാറ്റ ഇപ്പൊ ഫോർ എക്സാമ്പിൾ എന്താ പറയാ, അതുമ്മ കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്സ് ചെയ്യാറുണ്ട്. അപ്പൊ നോമിനൽ ഡാറ്റ അതാണ്. പിന്നെ ഓർഡിനൽ ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ സ്കൂളിലൊക്കെ ഒരു സ്റ്റുഡന്റ് എത്രാമത്തെ റാങ്ക് ആയിരിക്കും, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, അപ്പൊ റാങ്ക് ആണ് അത്. ആ റാങ്കിന്റെ ഉള്ളിൽ ഇപ്പൊ ഓർഡിനൽ ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ്, സെക്കൻഡ്, 2 എന്ന് പറഞ്ഞാല് ഫസ്റ്റും സെക്കൻഡും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റില്ല. അതായിരിക്കില്ല തേർഡും ഫോർത്തും. അതായത് നമുക്കൊരു യൂണിഫോം സ്കെയിലിൽ ഇത് നമുക്ക് ഓർഡിനൽ ഡാറ്റയെ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നോമിനൽ ആൻഡ് ഓർഡിനൽ ഒരു എന്താ പറയുക, ന്യൂമറിക്കൽ ബേസിസ് ഇല്ല, അതിനൊരു നോഷൻ ഓഫ് എ ഡിസ്റ്റൻസ് ഇല്ല. അപ്പൊ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈ ഒരു മെട്രിക് METRIC ആണ്. ആ മെട്രിക് അല്ലെങ്കിൽ ഒരു മെഷർ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഒരു സ്കെയിലിൽ നമുക്ക് ഇത് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ദർ ഷുഡ് ബി നോഷൻ ഓഫ് എ ഡിസ്റ്റൻസ്. അപ്പൊ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞ സാധനം ഇപ്പോ നമുക്ക് ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ തന്നെ പൈതഗോറിയൻ തിയറവും ലൈനിന്റെ ഡിസ്റ്റൻസ് എന്താണെന്നുള്ളതാണ് ആദ്യം
ആദ്യം വരുന്നത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്ത് ഓഫ് എ ലൈനാണ് പൈതഗോറസ് തിയറം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിനെ കുറച്ചും കൂടി ടെക്നിക്കൽ പേരിൽ പറയുന്നത് യൂക്ലീഡിയൻ ഡിസ്റ്റൻസ് എന്നാണ്. അപ്പോ പക്ഷേ വാട്ട് അബൌട്ട് എ സ്പിയർ? ഇപ്പൊ സ്പിയറിന്റെ മുകളിൽ നമ്മൾ ഇത് വന്നു കഴിഞ്ഞാൽ ദാറ്റ് ബിക്കംസ് എൻ ആർക്ക്. അപ്പോ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ദ ഷോർട്ടസ്റ്റ് ആർക്ക് ബിറ്റ്വീൻ 2 പോയിന്റ്സ് ആണ്. അപ്പോ അതേമാതിരി തന്നെ അപ്പോ ഹൈപ്പർബോളയിൽ എങ്ങനെ ഇരിക്കും? ഇപ്പൊ സർക്കിളിലാണ് ഈ പറഞ്ഞ ആർക്ക് ഇരിക്കുന്നത്. x² + y² = 1 ആണ്. സംതിങ് കോൾഡ് ഹൈപ്പർബോള. ഹൈപ്പർബോളിക് ജോമെട്രി ഉണ്ട്. നിങ്ങൾ sin h cos h എന്നൊക്കെ പഠിക്കുന്നുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x² - y² = 1 ആണ്. അപ്പോ ഈ അവിടെ എന്തായിരിക്കും ഡിസ്റ്റൻസ് നോഷൻ എന്താണ്? ഇനിയിപ്പോ ഫോർ എക്സാമ്പിൾ ന്യൂയോർക്ക് സിറ്റിയിൽ നമ്മൾ ഈ ബ്ലോക്സ് ആയിട്ടാണ് സാധനങ്ങൾ ഓർഗനൈസ് ചെയ്തേക്കണേ. അതായത് ഇപ്പൊ 3rd ബ്ലോക്കിൽ 4th റോയിൽ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഏരിയൽ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ യൂക്ലിഡിയൻ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിലും നമ്മൾ ടാക്സി ക്യാബ് ജോമെട്രി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മൻഹാട്ടൻ ഡിസ്റ്റൻസ് എന്നാണ് അതിനെ പറയുന്നത്. അതേമാതിരി തന്നെ ഇന്ത്യയുടെ പ്ലാനിംഗ് കമ്മീഷന്റെ ഒക്കെ ചെയർമാൻ സോവിയറ്റ് യൂണിയന്റെ ഡാർലിംഗനായിട്ട് PC മഹാലനോബിസ്, പ്രശാന്ത് ചന്ദ്ര മഹാലനോബിസ്, അയാളുടെ പേരിൽ ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയും ഡിസ്റ്റൻസ് മെട്രിക്സ് ഉള്ളപ്പോൾ അതിന്റെ പുറകിൽ ഒരു ആൾജിബ്ര ഉണ്ട്. അതായത് ഇപ്പോൾ ഡിസ്റ്റൻസ് ഓഫ് x1, x1 ഷുഡ് ഓൾവേസ് ബി 0. അതായത് ഒരു പോയിന്റും വേറെ പോയിന്റും തമ്മിലുള്ള ഡിഫറൻസ് സെയിം പോയിന്റ് ആണെങ്കിൽ അത് 0 ആയിരിക്കണം. ഇനി 2 പോയിന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എപ്പോഴും 0ക്ക് മുകളിലായിരിക്കണം. അപ്പോ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ ദശമണിനെ നെഗറ്റീവ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ മൂന്നാമത്തേനെ കോഷി ഷോർട്ട്സ് ഇനീക്വാളിറ്റി എന്ന് പറയുന്നതെന്ന് തോന്നുന്നു. അതായത് ഡിസ്റ്റൻസ് ഓഫ് x, z should always be less than or equal to distance of x, y plus distance of y, z. അപ്പോ ഈ 3 പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന എന്ത് ഡാറ്റ ടൈപ്പ് മാപ്പിംഗും നമുക്ക് ഡിസ്റ്റൻസ് എന്ന് വിളിക്കാം. എന്ന സ്ഥാനത്ത് ഈ ഇന്റർവൽ ആൻഡ് റേഷ്യോ ഡാറ്റയ്ക്ക് ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് അവിടെ ഉണ്ട്. അപ്പോ ഈ ഇന്റർവൽ ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് 2 മതമുണ്ട്. ചില ആൾക്കാർ പറയും അത് ഡിസ്ക്രീറ്റ് ഡാറ്റയാണെന്ന് പറയും. ഈ ഒരു അറിവ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഐദർ പോസിറ്റീവ് ഉണ്ടാവും അല്ലെങ്കിൽ നെഗറ്റീവ് ഉണ്ടാവും. 2 സൈഡിലും വാല്യൂ ഉണ്ടെങ്കിൽ റേഷ്യോ ഡാറ്റ ഉണ്ടാവുള്ളൂ. സയന്റിഫിക് ഡാറ്റ ഒരു ആബ്സല്യൂട്ട് 0 അസ്യൂം ചെയ്യുന്നുണ്ട്. ഇന്റർവെല്ലില് എനിത്തിങ് വിച്ച് ഇസ് നോട്ട് എ റേഷ്യോ ഡാറ്റ ആൻഡ് വിച്ച് ഹാസ് ഗോട്ട് എ നോഷൻ ഓഫ് എ ഡിസ്റ്റൻസ് ഇസ് ഇന്റർവൽ എന്ന് പറയുന്നതായിരിക്കും നല്ലത്. ഇറ്റ് ക്യാൻ ബി കണ്ടിന്യൂസ് ആസ് വെൽ. മനസ്സിലായില്ലേ? അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ പോസിറ്റീവ് വാല്യൂ മാത്രമേ ഉള്ളൂ. ഇപ്പോ എന്താ പറയാ, ഇപ്പൊ പ്രോബബിലിറ്റി 0ക്കും 1നും ഇടയ്ക്കുള്ള ഒരു വാല്യൂ ആയിരിക്കും. അപ്പോ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോ ഇന്റർവെൽ ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്. റേഷ്യോ ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സയന്റിഫിക് ഡാറ്റ. അപ്പോ ഈ ലാസ്റ്റത്തെ 2 അതായത് ഇന്റർവെൽ ഡാറ്റയും റേഷ്യോ ഡാറ്റയ്ക്കും ഒരു യൂണിവേഴ്സൽ സ്കെയിൽ ഉള്ളത് കൊണ്ട് അങ്ങനെയുള്ള സ്റ്റാറ്റിസ്റ്റിക്സിനെ പാരാമെട്രിക് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് വിളിക്കും. ഓക്കെ, അവിടെ പാരാമീറ്റർ ക്യാൻ ബി മീൻ, മീഡിയൻ, റേഷ്യോ, പ്രൊപ്പോർഷൻ, അങ്ങനെ പല പാരാമീറ്റേഴ്സ് നമുക്ക് ആ മെഷറിലുണ്ടാവും. എന്ന സ്ഥാനത്ത് നോമിനൽ ആൻഡ് ഓർഡിനൽ, അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോഷൻ ഓഫ് എ ഡിസ്റ്റൻസ് ഇല്ലാത്തതുകൊണ്ട് അതിനെ നോൺ പാരാമെട്രിക് സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ചിട്ടാണ് മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. നോൺ പാരാമെട്രിക് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ F ടെസ്റ്റ്, പിന്നെ എന്താ പറയുക chi-square ടെസ്റ്റ്, പിന്നെ റേഷ്യോ, പ്രൊപ്പോർഷൻ, പിന്നെ ഫ്രീക്വൻസി, ഇതൊക്കെ വെച്ചിട്ടാണ് അവിടെ നോമിനൽ ആൻഡ് ഓർഡിനൽ ഡാറ്റയിലെ സ്റ്റാറ്റിസ്റ്റിക്സ് മാനേജ് ചെയ്യുന്നത്. നോൺ പാരാമെട്രിക് സ്റ്റാറ്റിസ്റ്റിക്സും ഇന്റർവെൽ ആൻഡ് റേഷ്യോയും മറ്റേ ഇതാണ് കഴിക്കുന്നത്. പിന്നെ ഡിസ്ക്രീറ്റ് ഡാറ്റ വേഴ്സസ് കണ്ടിന്യൂസ് ഡാറ്റ എന്ന് പറഞ്ഞ സാധനമുണ്ട്. അപ്പോൾ ഈ അത് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു സേ വിച്ച് ഈസ് ഡിസ്ക്രീറ്റ് ആൻഡ് വിച്ച് ഈസ് കണ്ടിന്യൂസ്. പക്ഷേ ഇപ്പൊ നിങ്ങൾ ഏത് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ബുക്ക് എടുത്ത് നോക്കിയാലും ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഉണ്ട്, കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഉണ്ട്. അപ്പോ ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റിയിൽ ഇപ്പൊ നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ ഇപ്പൊ ഒരു സം എടുക്കുകയാണെങ്കിൽ അതിന് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷനും, ഇനി അത് കണ്ടിന്യൂസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഡിസ്ക്രീറ്റ് ഡാറ്റ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു
റാഷണൽ നമ്പർ ഉള്ള റാഷണൽ നമ്പർ, അതായത് 2 ഇന്റിജറിന്റെ ഇത് വരുമ്പോൾ 4.5, 4.75 അങ്ങനെ എന്താ പറയാ മെഷർ വരുന്നതിനെയാണ് ഇതിയാണ്. ഇറാഷണൽ നമ്പർ വരുന്ന സാധനത്തിനാണ് പൊതുവെ കണ്ടിന്യൂസ്, കാരണം റാഷണൽ നമ്പറും കൂടി ചേർന്നതാണ് റിയൽ നമ്പർ. അപ്പൊ റിയൽ നമ്പർ ഡാറ്റയെ കണ്ടിന്യൂസ് എന്നും അല്ലാത്ത ഡാറ്റയെ ഇവിടെ നമുക്കൊരു പോസിറ്റീവ് ഡെഫിനേഷൻ കൊടുക്കുന്നതിന് റിയൽ നമ്പർ ഡാറ്റ, അതായത് റിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാഷണലും ഇറാഷണലും കൂടി കൂടിയതിനെയാണ് റിയൽ എന്ന് പറയുന്നത്. അപ്പൊ ഡിസ്ക്രീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാഷണൽ നമ്പേഴ്സും ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോ അതാണ് ഇത് തന്നെ. അപ്പോൾ ഡാറ്റ ടൈപ്പിനെ കുറിച്ച് ഞാൻ ഇപ്പൊ തൽക്കാലം പോസ് ചെയ്യാണ്. നമുക്ക് അതിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ ഇതുണ്ടെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് അടുത്ത സെക്ഷനിലോട്ട് പോവാം. വൈശാഖ്, ശരത്, ഓവർ ടു യു ഗൈസ്. വൈശാഖ ക്വസ്റ്റ്യൻസ് ഉണ്ടോ? സ്കെയില് എന്ന് വെച്ചാൽ ഡാറ്റ ടൈപ്പ് എന്ന് പറയാമോ എന്നുള്ളത് ഒരു ഇതുണ്ട്. ഡാറ്റയുടെ സ്കെയിലാണ് അത്, മനസ്സിലല്ലേ? മെഷർമെന്റ് ചെയ്യാനുള്ള ഫ്രീക്വൻസി, കൗണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് ലോക്കൽ മോഡൽസ് എന്നാണ് അതിനെ വിളിക്കുന്നത്. ഈ നോമിനൽ ആൻഡ് ഓർഡിനലിനെ ഇന്റർവൽ ആൻഡ് റേഷ്യോന്റെ പാരാമീറ്റർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതുകൊണ്ട് അതിനെ പാരാമെട്രിക് സ്റ്റാറ്റിസ്റ്റിക്സിലാണ് വരുന്നത്. നോമിനൽ എന്ന് പറയുമ്പോ നമുക്ക് ഈ നെയിംസിനെയൊക്കെ ഞാൻ പറയട്ടെ, ഇപ്പൊ ഈ മറ്റേ ബിലോ ആവറേജ്, ആവറേജ്, എബവ് ആവറേജ്, എക്സലന്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ക്ലാസിഫിക്കേഷൻ ഒക്കെ കൊടുക്കുമ്പോ അത് വേണമെങ്കിൽ ഒരു നോമിനൽ ഡാറ്റയുടെ എക്സാമ്പിൾ ആണ്. അത് ഓർഡിനൽ അല്ലേ? ആവറേജ്, അബവ് ആവറേജ്, ബിലോ ആവറേജ് അല്ല, ഓർഡിനൽ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സെക്കൻഡ് ഓർഡർ ആണ്. ഇത് ഓർഡർ എന്ന് പറയാൻ പറ്റില്ല. ഓർഡിനൽ ആക്കണമെങ്കിൽ ഇപ്പൊ ലൈക്കർ സ്കെയിലൊക്കെ വല്ലതും കൊടുത്തതായിരിക്കണം. അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കില്ല അതിൽ. അതായത് നമ്മൾ ഒരു സ്പെസിഫിക് രീതിയിൽ നമ്മൾ ഡാറ്റ കളക്ഷന് മുന്നേ ടെസ്റ്റ് ഫോർമുലേറ്റ് ചെയ്യണം നമ്മൾ. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മൾ ആ ഓർഡിനൽ സാധനങ്ങളെ ന്യൂമറിക്കലി കൺവേർട്ട് ചെയ്യാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ അതൊരു കുക്ക്ഡ് ഡാറ്റയാണോ ഇല്ലേ, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇതൊരു വാലിഡ് ഹൈപ്പോത്തസിസ് ടെസ്റ്റിങ്ങിന് പോകുന്നതിന് മുന്നേ നമ്മൾ ചെയ്തിരിക്കുന്നത്. A Likert scale is a popular measurement tool in surveys and research to capture people's attitudes, opinions, and perceptions. It is named after Rennis Likert, who developed this approach in 1930. The scale typically represents a series of statements or questions, and respondents are asked to rate the level of agreement, frequency, importance. ഇപ്പോൾ സ്ട്രോങ്ലി എഗ്രിയോ അങ്ങനെയൊക്കെ ഇതുണ്ടല്ലേ. ഓർഡിനൽ നേച്ചർ ആണെന്നാണ് പറയുന്നത് ലൈക്കർട്ട് സ്കെയിൽ അല്ലേ. വേഴ്സറ്റൈൽ. അപ്പൊ വേണമെങ്കിൽ ഇത് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പൊ നമ്മൾ പിന്നെ നമ്മൾ പ്രീ അസൈൻ ചെയ്യും ഓരോന്നും അതിന്. അല്ല, അത് പക്ഷെ സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റഡി വരുമ്പോ അല്ലേ അത് വരുന്നേ. അതെ അതെ അതെ. പോയല്ലോ. ഓക്കെ, അപ്പൊ നോമിനൽ എന്ന് പറഞ്ഞാൽ അതാണ്. ചോദിച്ചോളൂ. അല്ല, ഇത് സാറ് പറഞ്ഞ എക്സാമ്പിൾ കുഴപ്പമില്ല. മറ്റേ ആവറേജ്, ബിലോ ആവറേജ്, എബവ് ആവറേജ് ഒക്കെ ഓർഡിനൽ. അല്ല, അപ്പൊ അതിലൊരു ഓർഡറിന്റെ മണം വന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞാൽ ഇപ്പൊ യെസ് ഓർ നോ, അല്ലെങ്കിൽ ഗുഡ്, ബാഡ്, അഗ്ലി, അതെങ്ങനെ പറയും? ഞാൻ ഒരു കൈൻഡ് ഓഫ് റാങ്കിങ് ഓർഡർ ആയിട്ടുള്ള ഗുഡ്, ബാഡ്, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്ന് പറയില്ല അങ്ങനെ. അല്ല, പക്ഷെ അങ്ങനെ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വെച്ചിട്ട് എന്താണ് നിങ്ങൾ പ്രൂവ് ചെയ്യാൻ പറ്റുന്നത്? അതിന്റെ യൂണിറ്റ് എന്തായിരിക്കും? അല്ലെങ്കിൽ മൈൻഡ് ബോഡി. മൈൻഡ് ബോഡി എന്ന് പറഞ്ഞാൽ അത് ആർബിട്രറി ലെവലാണ്, അത് ലോക്കൽ മോഡലാണ്. അതിന്റെ ഇന്റർപ്രിട്ടേഷൻ ഒരു യൂണിവേഴ്സൽ സ്റ്റേറ്റ്മെന്റ് അടിക്കാൻ പറ്റുമോ അത് വെച്ചിട്ട്?
എന്നുവെച്ചാ ഈ ഇപ്പൊ ഒരാള് പറയണേ ഹീസ് ഗുഡ് ഇൻ മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞ് ഒരു സ്ഥലത്ത്. അപ്പൊ ഇപ്പൊ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ മാത്തമാറ്റിക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ക്യാമ്പസിൽ വെച്ചാണെങ്കിലോ അത് ചിലപ്പോ ഒരു എന്താ പറയാ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി തന്നെ പ്രോഗ്രാമേഴ്സിന്റെ ഇടയിൽ വരുമ്പോ അതിന്റെ അർത്ഥം വേറെ അല്ലേ. മനസ്സിലായി. ഏതാണ്ട് ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് എവിടെ പറഞ്ഞാലും കറക്റ്റാ. പറഞ്ഞ സ്കെയിലില് നമുക്ക് എല്ലാ ഓപ്പറേഷൻസ് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? പിന്നെ റേഷ്യോയിലും ഇന്റർവെല്ലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാം ചെയ്തൂടെ? അതായത് റാഷണൽ നമ്പറും റിയൽ നമ്പറും ഹാൻഡിൽ ചെയ്യാനുള്ള സാധനമുണ്ട്. ഇന്റിജറും ഇന്റർവെല്ലില് മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടോ? ഉണ്ട്. ഇന്റർവെൽ നമ്മൾ മിഡ് പോയിന്റ് എടുത്തിട്ട് നമുക്ക് ചെയ്യാല്ലേ, കാരണം അതൊരു മെഷറാണ്, അതൊരു സ്കെയിലാന്ന് പറയാം നമുക്ക് വേണമെങ്കിൽ, റേഞ്ചാന്നോ അല്ലെങ്കിൽ ഞാൻ നോക്കിയതല്ലേ. അപ്പൊ അതിനകത്ത് നോട്ട് അലോഡ് ഓപ്പറേഷൻ മൾട്ടിപ്ലിക്കേഷൻ റേഷ്യോസ് മൾട്ടിപ്ലിക്കേഷൻ ഇന്റർവെല്ലിൽ ഇല്ലാന്ന് പറയുന്നത്. റേഷ്യോ ഉണ്ടാവില്ല. റേഷ്യോ ഇല്ലാത്ത എന്തുകൊണ്ടാ? ട്രൂ റേഷ്യോ ഇല്ല, അതായത് ആബ്സല്യൂട്ട് സീറോ ഇല്ല. രണ്ട് സൈഡിലും ഡാറ്റ ഉണ്ടെങ്കിലല്ലേ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. റേഷ്യോ അനുപാതത്തിന് അർത്ഥമുള്ളൂ. അതുകൊണ്ടാണ് മൾട്ടിപ്ലിക്കേഷൻ. അതായത് നോമിനലില് ഈക്വാലിറ്റി ചെക്ക് മോഡ് ഓപ്പറേഷൻ അപ്ലൈ ചെയ്യാം. ഓർഡിനലില് മീഡിയൻ മോഡ്, പിന്നെ ഓർഡർ കമ്പാരിസൺ, അരിത്തമാറ്റിക് ഓപ്പറേഷൻസ് ഇല്ല. ചെയ്യാൻ പറ്റൂലല്ലോ. അതെങ്ങനെ ചെയ്യാൻ? അത് എന്തിന്റെ ബേസ് ചെയ്യാം? അതിന്റെ ഒരു ഡയമെൻഷൻ ഇല്ല അതിന്. അപ്പൊ ഇന്റർവെല്ലിന് എന്തൊക്കെ പറ്റുമെന്ന് പറഞ്ഞേ? ഇന്റർവെല്ലില് മീൻ, മീഡിയൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ. മൾട്ടിപ്ലിക്കേഷൻ റേഷ്യോ പറ്റില്ല എന്ന് പറയുന്നത്. റേഷ്യോയിലേ പറ്റുള്ളൂ. റേഷ്യോയില് എല്ലാ അരിത്തമാറ്റിക് ഓപ്പറേഷൻ അതായത് അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, എക്സ്പോണൻഷിയേഷൻ അല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇത് നിങ്ങക്ക് മിക്ക അരിത്തമാറ്റിക് പെർഫോം ചെയ്യാം. പിന്നെ ഡിസ്ക്രീറ്റ് ഡാറ്റ, കണ്ടിന്യൂസ് ഡാറ്റയില്, അതായത് ഡിസ്ക്രീറ്റ് ഡാറ്റയില് സിഗ്മ ആയിരിക്കും നൊട്ടേഷൻ, മറ്റേ ഇന്റഗ്രല് വരും കണ്ടിന്യൂസ് ഡാറ്റ വരുമ്പോ. വേറെ എന്തെങ്കിലും ഉണ്ടോ? നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് കിടക്കാം. അപ്പൊ നമ്മള് ഇപ്പൊ ഡാറ്റയെ കുറിച്ച് ഏകദേശം ഒരു ഐഡിയ ആയി. ഇനിയിപ്പോ അതിനെ കുറിച്ചും വരും ദിവസങ്ങളിൽ കൂടുതൽ പഠിക്കണം. അപ്പൊ ഇതിന്റെ ഉദ്ദേശം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ ഇങ്ങനെ ഒരു പരമ്പര സീരീസ് ഓഫ് ഇതെടുത്ത് ഓരോ വിഷയങ്ങൾ ഇനിയിപ്പോ ഫ്യൂച്ചറിലെ സെൻട്രൽ ടെൻഡൻസി മാത്രമായിട്ട് ഡിസ്കസ് ചെയ്യും, വിത്ത് ഫോർമുലാസ്, കോഡ് ആൻഡ് ദെൻ കാൽക്കുലേഷൻ, ദെൻ അപ്ലിക്കേഷൻ ഓഫ് ഇറ്റ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഒരു കോംപ്രിഹെൻസീവ് സ്റ്റാറ്റിസ്റ്റിക്കൽ നോഷൻ, ഒരു കിറ്റ്, ലേണിംഗ് കിറ്റ് വ്യൂവേഴ്സിന് സമ്മാനിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഉദ്ദേശം. അപ്പൊ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഇന്റർവെൽ ആൻഡ് റേഷ്യോ ഡാറ്റയുമ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് ചെയ്യുന്നതിന് പാരാമെട്രിക് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നും, മറ്റേ നോമിനൽ ആൻഡ് ഓർഡിനൽ സ്കെയിലുമ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് ചെയ്യുന്നതിന് നോൺ പാരാമെട്രിക് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയും. നോൺ പാരാമെട്രിക് സ്റ്റാറ്റിസ്റ്റിക്സിന് ലോക്കൽ മോഡൽസ് എന്നും പറയാറുണ്ട്. അപ്പൊ ഇനി നമുക്ക് പാരാമെട്രിക് സ്റ്റാറ്റിസ്റ്റിക്സ് എന്താന്ന് നോക്കാം. അത് നമുക്ക് വേണമെങ്കിൽ രണ്ടായിട്ട് തിരിക്കാം, ഡിസ്ക്രിറ്റീവ് ആൻഡ് ഇൻഫറൻഷ്യൽ. ഇത് പറയുന്നതിനേക്കാൾ മുമ്പ് സാമ്പിൾ എന്താണ്, സെൻസസ് എന്താന്ന് പറയണം. അപ്പോൾ ഇന്ത്യ ഗവൺമെന്റ് ഇങ്ങനെ എല്ലാ 10 കൊല്ലം കൂടുമ്പോൾ സെൻസസ് നടത്താറുണ്ട്. ഓക്കെ, ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണ എന്തോ സാങ്കേതിക കോവിഡൊക്കെ വന്ന കാരണം കുറെ സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ സെൻസസ് എന്ന് പറഞ്ഞാൽ കോംപ്രിഹെൻസീവ് സർവേ എന്നർത്ഥം. സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ റാൻഡം സാമ്പിളിങ്ങോ സ്ട്രാറ്റിഫൈഡ് സാമ്പിളിങ്ങോ അങ്ങനെ പല മെത്തേഡ്സ് ഉപയോഗിച്ചിട്ട് ഒരു സബ്സെക്ഷൻ ഓഫ് പോപ്പുലേഷൻ, അപ്പോൾ എൻറ്റയർ പോപ്പുലേഷനെ എന്യൂമറേറ്റ് ചെയ്യുന്നതിനെ സെൻസസ് എന്നും, അല്ലാത്ത പാർഷ്യലി ചെയ്യുന്നതിനെ സാമ്പിളിംഗ് എന്നും
നമ്മൾ പറയുന്നതായിരിക്കും. അപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് അത് പോപ്പുലേഷനുമേ നടത്തുന്നു എന്നുള്ളതാണ്. പിന്നെ ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് സാമ്പിളുമേ നടത്തിയിട്ട് എസ്റ്റിമേഷൻ ചെയ്യുകയോ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് ചെയ്യുകയോ പ്രോബബിലിറ്റി വെച്ച് ജനറലൈസ് ചെയ്യുന്നതിനെയാണ് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. നമുക്കിനി ഇപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് തന്നെ 3 ബ്രാഞ്ചുകളെ: മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി, മെഷർ ഓഫ് വേരിയേഷൻ ഓർ സ്പ്രെഡ്, മെഷർ ഓഫ് അസോസിയേഷൻ. അപ്പോൾ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുത്വം, അഥവാ എന്താ പറയുക, ഈ ഒരു സീരീസ് ഓഫ് മെഷർമെന്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ മീൻ, മീഡിയൻ, മോഡ്, അരിത്തമാറ്റിക് മീൻ, ജോമെട്രിക് മീൻ, ഹാർമോണിക് മീൻ, ട്രിംഡ് മീൻ, വെയ്റ്റഡ് മീൻ, അങ്ങനത്തെ മെട്രിക് അല്ലെങ്കിൽ അങ്ങനത്തെ കമ്പ്യൂട്ടേഷൻ നടത്തുന്നതിനാണ് മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്നത്. മെഷർ ഓഫ് വേരിയേഷൻ അഥവാ സ്പ്രെഡ് പറയുന്നതെന്ന് വെച്ചാൽ മീൻ ഡീവിയേഷൻ എന്താണ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താണ്, വേരിയൻസ് എന്താണ്, ക്വാർട്ടൈൽ എന്താണ്, ക്വിൻറ്റൈൽ എന്താണ്, പെർസെൻറ്റൈൽ എന്താണ്, ഇന്റർക്വാർട്ടൈൽ റേഞ്ച് എന്താണ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് വേരിയേഷനിൽ വരുന്നത്. പിന്നെ ഉള്ളത് മെഷർ ഓഫ് അസോസിയേഷൻ ആണ്. മെഷർ ഓഫ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ കോവേരിയൻസ്, കോറിലേഷൻ, റിഗ്രഷൻ, ലോജിസ്റ്റിക് റിഗ്രഷൻ, സോഫ്റ്റ് മാക്സ് ഒക്കെ ഇന്ന് മെഷീൻ ലേണിങ്ങിൻ്റെ യുഗമായതുകൊണ്ട് അത് ആഡ് ചെയ്തതേ ഉള്ളൂ. അപ്പം ഇത് അടുത്ത ഒരു സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഡാറ്റ ടൈപ്പ് 4 ഉള്ളൂ. അത് ഡിസ്ക്രീറ്റ് ഡാറ്റ, കണ്ടിന്യൂസ് ഡാറ്റ എന്താണെന്നുള്ളത് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ 2 ആസ്പെക്റ്റ്, അതായത് പാരാമെട്രിക് സ്റ്റാറ്റിസ്റ്റിക്സ്, നോൺ പാരാമെട്രിക് സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്. പാരാമെട്രിക് സ്റ്റാറ്റിസ്റ്റിക്സിലെ ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്. ഇപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സിലെ 3 ബ്രാഞ്ചസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കുന്നതിനൊക്കെ മുമ്പ് നമുക്ക് പാരാമെട്രിക് വേഴ്സസ് എന്താ പറയുക, പാരാമെട്രിക് സ്റ്റാറ്റിസ്റ്റിക്സിനെ കുറിച്ച് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ശരത്തെ ലാലേ ലാലല്ല വിജയൻ. അല്ല ഇതിൽ അല്ല നമ്മൾ നേരത്തെ ഇത് ചെയ്ത്, അതായത് ഓരോന്നൊക്കെ എപ്പോഴാണ് സെലക്ട് ചെയ്യേണ്ടതെന്നുള്ളതിനെ പറ്റി സാർ ഒരു ഡിസ്ക്രിപ്ഷൻ തരുവാണെങ്കിൽ. അതെ അതെ, അല്ല അത് നമുക്ക് അതിന് മുമ്പ് തന്നെ ഒരു ആദ്യം അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അപ്ലൈഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്, മാത്തമാറ്റിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് കൂടെയുണ്ട്. അത് പൊതുവെ എഞ്ചിനീയറിങ്ങിനും സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇപ്പോൾ നമുക്ക് മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബൈ ഡിഫോൾട്ട് മാത്തമാറ്റിക്കൽ എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓപ്പറേഷന്റെ ഒരു ഡീജനറേറ്റ് ഫോമാണ് മീൻ. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈ നമ്മുടെ കയ്യിൽ 10 ഡാറ്റ ഒരു സ്റ്റുഡൻറ്റിന്റെ ആവറേജ് മാർക്ക് കാണണം ഇൻ പല സബ്ജക്റ്റ്, 10 സബ്ജക്ട്സിന്റെ ഉണ്ട്. ഇപ്പൊ നമ്മൾ പൊതുവേ ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ 10 സബ്ജക്റ്റിനെ നമ്മൾ അഗ്രഗേറ്റ് ചെയ്യും. അങ്ങനെ അഗ്രഗേറ്റ് ചെയ്തിട്ട് നമ്മൾ ബൈ n വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താ പറയുക, അതിനെയാണ് നമ്മൾ ആവറേജ് അഥവാ അരിത്തമാറ്റിക് മീൻ എന്ന് പറയുന്നത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഒരു ചോദ്യം എന്താന്ന് വെച്ചാൽ അവിടെ എന്താണ് ഈ 1/n അല്ലെങ്കിൽ ഇപ്പൊ 6 എലിമെന്റ് 6 മെഷർ ഉണ്ട്, അതിൽ 6 ഡാറ്റ പോയിന്റ്സ് ഉണ്ട്. അപ്പൊ നിങ്ങൾ 6 വെച്ച് ഡിവൈഡ് ചെയ്യുന്നത്, 10 ആണെങ്കിൽ 10 വെച്ച് ഡിവൈഡ് ചെയ്യുന്നത്, അങ്ങനെയാണ് നിങ്ങൾ അരിത്തമാറ്റിക് മീൻ. അപ്പൊ ഈ 1/n എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ അവിടെ അസ്യൂം ചെയ്യുന്നുണ്ട്. യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡാറ്റ, ഏത് ഡാറ്റ നമുക്ക് റാൻഡമിലി നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ വരാൻ ഇക്യു പ്രോബബിൾ ആണെങ്കിലാണ് ഈ 1/n വരുന്നത്. ഇപ്പോൾ ചില സ്ഥലത്ത് ഡാറ്റ വരുന്നത് ഒരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആയിട്ടായിരിക്കും. അപ്പം അങ്ങനെ വരുമ്പോൾ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ഡാറ്റയും അതിൻ്റെ പ്രോബബിലിറ്റിയും കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ട് സം എടുക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ലീനിയർ കോമ്പിനേഷൻ ഓഫ് പ്രോബബിലിറ്റി ഒരു വാല്യൂ ആൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് ദാറ്റ് വാല്യൂ അപ്പിയറിംഗ് ഇൻ ദ പോപ്പുലേഷൻ ലീനിയർ കോമ്പിനേഷൻ എടുക്കണം. അതായത് സിഗ്മ i = 1/n PIXi എന്നുള്ള ഒരു മാത്തമാറ്റിക്കൽ എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞ ഒരു മാത്തമാറ്റിക്കൽ ഓപ്പറേഷനിൽ
യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ അസ്യൂം ചെയ്യുമ്പോൾ ഇക്വിപ്രൊബോൾ ആവുകയും 1/6 n എലമെന്റ്സ് ഉണ്ടെങ്കിൽ 1/n ആണ് ചെയ്യുന്നത്. അപ്പോൾ മാത്തമാറ്റിക്കൽ എക്സ്പെക്ടേഷൻ നമുക്ക് അരിത്തമാറ്റിക് മീൻ ആയിട്ടും ജോമെട്രിക് മീൻ ആയിട്ടും ഹാർമോണിക് മീൻ ആയിട്ടും കാണാം. അപ്പൊ അരിത്തമാറ്റിക് മീൻ പൊതുവെ നിങ്ങളുടെ പ്രോസസ്സ് അഡിറ്റീവ് ആണെങ്കിൽ നിങ്ങൾ അരിത്തമാറ്റിക് മീൻ സെലക്ട് ചെയ്യണം. മീനിൻ്റെ ഉള്ള പ്രോസസ്സ് മൾട്ടിപ്ലിക്കേറ്റീവ് ആണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ സ്റ്റോക്ക് മാർക്കറ്റ് റിട്ടേൺസ് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോസസ്സ് മൾട്ടിപ്ലിക്കേറ്റീവ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ സ്റ്റോക്ക് മാർക്കറ്റിന് ഏറ്റവും കൂടുതൽ ബെറ്റർ ആയിട്ട് കാണുന്നത് ഇപ്പൊ ഒരു പൊതുവെ ഉപയോഗിക്കുന്ന ഒരു സാധനം എന്ന് വെച്ചാൽ നിങ്ങൾ 100 രൂപ ഇൻവെസ്റ്റ് ചെയ്തു, ആദ്യത്തെ കൊല്ലം 10% റിട്ടേൺ കിട്ടി. ഓക്കെ, അപ്പോ അടുത്ത കൊല്ലം നിങ്ങൾക്ക് 10% നഷ്ടം വന്നു. അപ്പോൾ ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ എത്ര പൈസ ഉണ്ടെന്ന് പറയുമ്പോൾ ശരിക്കും അരിത്തമാറ്റിക് മീനോട് അപ്ലൈ ചെയ്താൽ പറ്റും. 10% പോസ്റ്റ് പ്രോഫിറ്റ് ഫസ്റ്റ് ഇയർ, 10% ലോസ്. ഇപ്പൊ 10 + -10 അടിക്കുമ്പോൾ 0 വരും. അപ്പൊ 100 ഉണ്ടായിരിക്കണം. പക്ഷെ സൂക്ഷിച്ചു നോക്കി, 100ന്റെ 10% 110 ആണ്. 110ന്റെ മറ്റേ 10% പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11 രൂപയായി. അപ്പൊ നിങ്ങളിൽ 99 ഉള്ളൂ. അവിടെയാണ് ഈ ജോമെട്രിക് മീൻ ഉപയോഗിക്കുന്നത്. പിന്നെ പല സ്ഥലത്തും ഹാർമോണിക് അനാലിസിസ്, ഇപ്പൊ സൗണ്ട്, പിന്നെ എന്താ പറയാ ഈ റിലേറ്റീവ് റേറ്റ്സ്, ഡിസ്റ്റൻസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇപ്പൊ 60 കിലോമീറ്റർ സ്പീഡിൽ എറണാകുളത്ത് നിന്ന് ആലുവയ്ക്ക് പോയി, ആലുവയിൽ നിന്ന് പിന്നെ 50% ഇതിലാണ്. അപ്പൊ ആവറേജ് സ്പീഡ് കാണുമ്പോൾ അവിടെ ഹാർമോണിക് മീനാണ് ആപ്റ്റ് ആയിട്ടുള്ള മെഷർ. നമ്മൾ പെട്ടെന്ന് ഈ 60ഉം 50 വെച്ചാൽ 110 കാണും, അതിന്റെ ഡിവൈഡ് 55 എടുക്കും. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ നിങ്ങൾ ഹാർമോണിക് മീൻ എടുത്തു കഴിഞ്ഞാൽ 48 km/h ആണെന്നുള്ളത് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഈ നിങ്ങളുടെ ഡാറ്റ ജനറേറ്റ് ചെയ്യുന്ന പ്രോസസ്സ് അഡിറ്റീവ് ആണെങ്കിൽ അരിത്തമാറ്റിക് മീൻ, മൾട്ടിപ്ലിക്കേറ്റീവ് ആണെങ്കിൽ ജോമെട്രിക് മീൻ, ഇൻവേഴ്സ് ഫിനോമിനാസ് ആണെങ്കിൽ ഹാർമോണിക് മീൻ. അത് ഈ AM എടുത്താലും GM എടുത്താലും HM എടുത്താലും അത് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആയിട്ട് ഇതുണ്ട്. ഇപ്പൊ ജോമെട്രിക് മീൻ പൊതുവെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ കുറെ സാധനങ്ങൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിന്റെ എന്താ പറയാ ഈ nth റൂട്ട് എടുക്കുകയാണ് പൊതുവേ ചെയ്യാറ്. അപ്പൊ അങ്ങനെ എടുക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ സ്ട്രീമിൽ ഡാറ്റ 0 വന്നാൽ എന്ത് ചെയ്യും എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ ലോഗരിതമിക് ട്രാൻസ്ഫോം ചെയ്തിട്ട് ആഡ് ചെയ്തെടുക്കുവോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. അപ്പം AM GM HM അങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യണത്. അപ്പോൾ ഞാനിവിടെ പോസ് ചെയ്യണം. സോ വിൽ ഡിസ്കസ് ഓൺ ദാറ്റ്. ഈ വെയ്റ്റഡ് മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ മാറുന്നതനുസരിച്ചിട്ട് ആ മീൻ മാറുന്നതാണ്. അതെ അതെ, അത് ഈ എക്സ്പെക്ടേഷൻ ശരിക്കും അതെ അതെ. അപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ പ്രോബിലിറ്റി എന്ന് വെച്ചാൽ വെയ്റ്റഡ് മീൻ നമ്മൾ ചെയ്യുമ്പോ ഒരു ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വെയ്റ്റിന്റെ സിഗ്മ 1 ആയിരിക്കണം എന്നുണ്ടെങ്കിലാണ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആവുക. മനസ്സിലായില്ലേ? ഈ നിങ്ങളിപ്പോ ഒരു വെയ്റ്റഡ് മീൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അത് വേണമെന്നില്ല. മനസ്സിലായില്ലേ? ചില വാല്യൂസിന് നിങ്ങൾ കൂടുതൽ ഇത് ചെയ്യുന്നത്. അപ്പൊ വെയ്റ്റഡ് മീനിന്റെ കുറച്ചും കൂടി ഒരു സൊഫിസ്റ്റിക്കേറ്റഡ് ഫോമാണ് മറ്റേ നമ്മളിപ്പോ കാണുന്ന പ്രോബിലിറ്റി. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് എങ്ങനെയാണെങ്കിലും കാണാതെ, അതായത് ഇപ്പൊ നിങ്ങൾക്ക് ഒരു 1/n എന്നുള്ളത് ഒരു വെക്ടർ ആക്കി മാറ്റി ലീനിയർ കോമ്പിനേഷൻ എടുക്കാനോ പുറത്തേക്ക് എടുക്കേണ്ട കാര്യമില്ല. അപ്പൊ അതാണ് അതിന്റെ കാര്യം. ഇപ്പൊ വെയ്റ്റഡ് മീൻ, പിന്നെ ട്രിംഡ് മീൻ എന്ന് പറഞ്ഞൊരു സാധനം കൂടി ഉണ്ട്. ട്രിംഡ് മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഔട്ട്ലേയേഴ്സ് ഒക്കെ ഇപ്പൊ എന്താ പറയാ നിങ്ങൾ സോർട്ട് ചെയ്തിട്ട് ഏറ്റവും വളരെ എക്സ്ട്രീം ആയിട്ട് നിൽക്കുന്നതും വളരെ കുറച്ചുള്ളതും ആയിട്ടുള്ള ഇപ്പൊ അപ്പുറത്തും ഇപ്പുറത്തും ഒരു 5 മെഷർമെന്റ് എടുത്ത് കളഞ്ഞിട്ട് മീൻ എടുക്കുന്ന പരിപാടിയുണ്ട്. സോ ദാറ്റ് എക്സ്ട്രീംസ് മറ്റേ മെഷറിനെ ഇത് ചെയ്യാൻ വേണ്ടി, അതാണ് ട്രിംഡ് മീൻ എന്ന് പറയുന്നത്. ആവറേജ് എംപ്ലോയിയുടെ ഒക്കെ സാലറി ഒക്കെ എടുക്കുമ്പോ ചിലപ്പോ ട്രിംഡ് മീൻ വിൽ ഗിവ് യു റെപ്രസെന്റേറ്റീവ് ഇത് കിട്ടും. ഹൈറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ മീഡിയനാണ് ഉപയോഗിക്കുന്നത്. ഇപ്പൊ ഫ്രീക്വൻസി, ഇപ്പോ സാധനങ്ങളുടെ ഇപ്പൊ സ്റ്റോക്കിന്റെ ഒക്കെ വിലയൊക്കെ നിശ്ചയിക്കുമ്പേ മോഡായി അത് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ എന്താ പറയാ നിങ്ങളുടെ കോണ്ടെക്സ്റ്റ്. അപ്പൊ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഈ എന്താ പറയാ
ശരിക്കും ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാല് മാത്തമാറ്റിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കാൻ അറ്റംപ്റ്റ് ചെയ്യുക, അവിടെ ഫെയിൽ ആയാലും യു വിൽ ബി ഏബിൾ ടു ലേൺ എ ലോട്ട്. മനസ്സിലായല്ലേ? മനസ്സിലായി. ഈ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഒരു പവർഫുൾ ഓപ്പറേഷനാണ്. കാരണം ഈവൻ വേരിയൻസും കോവേരിയൻസും എല്ലാം വി ക്യാൻ ഡിഫൈൻ. ആവറേജ് ഒരു കോമൺ മെഷർ ആണല്ലോ ഇതിന്റെ ഉള്ളിലല്ല. മീൻ ഡിവിഷൻ കാണുമ്പോഴും സ്റ്റാൻഡേർഡ് ഡിവിഷൻ കാണുമ്പോഴും വേരിയൻസ് കാണുമ്പോഴും പിന്നെ ക്വാർട്ടൈലും ക്വിൻറ്റൈൽസും പെർസെന്റൈൽസും ഒക്കെ നമ്മൾ ആവറേജിനെതിരെയാണ് മറ്റേ എന്താ പറയുക ബെഞ്ച് മാർക്ക് ചെയ്ത് നോക്കുന്നത്. അപ്പോ ഈ മെഷർ ഓഫ് വേരിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മറ്റേ ഇപ്പൊ അവിടെ ഒരു ഇതുണ്ട്. ഇപ്പൊ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിലും അത് വേരിയൻസിന്റെ സ്ക്വയർ റൂട്ട് ആണെന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോ എന്താ പറയാ, ഈ പൊതുവേ ഒരു ചോദ്യമുണ്ട്, എന്തുകൊണ്ടാണ് വേരിയൻസ് ഇപ്പോ മീൻ ഡീവിയേഷനേക്കാളും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ലെങ്കിൽ വേരിയൻസ് പ്രിഫർ ചെയ്യണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ മെഷീൻ ലേണിംഗിലാണ് അതിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്നത്. എറർ ഫംഗ്ഷൻ നമ്മൾ ഒരു ക്വാഡ്രാറ്റിക് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫംഗ്ഷൻ വെൽ ഡിഫൈൻഡ് ആണ്. അതായത് ഇതിന് മറ്റേതുണ്ട്, അതായത് ഈ ട്വൈസ് ഡിഫറൻഷ്യബിൾ ആണ്. പിന്നെ എന്താ പറയാ, ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആക്കുക മാത്രമല്ല നമുക്ക് യുണീക്ക് മിനിമം ഉണ്ടെന്നുള്ളതാണ് ഈ വേരിയേഷൻ. ഇപ്പൊ സെക്കൻഡ് ഓർഡർ ഫംഗ്ഷൻ അല്ലെങ്കിൽ പാരബോള കർവായിട്ട് വരുന്ന ഫംഗ്ഷൻ, അല്ലെങ്കിൽ പാരബോളിക് സർഫസ്. ഇപ്പോ മെഷീൻ ലേണിംഗിൽ പൊതുവെ ഒപ്റ്റിമൈസേഷനൊക്കെ ഈ എന്താ പറയുക ഫംഗ്ഷൻ ക്വാഡ്രാറ്റിക് ആക്കി വെക്കുന്നത് അതുകൊണ്ടാണ് റൂട്ട് മീൻ സ്ക്വയർ അല്ലെങ്കിൽ മീൻ സ്ക്വയർ ഡിസ്റ്റൻസ് മറ്റേ എന്താ പറയാ വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു മെഷർ ആവുന്നത്. ഇതാണ് ഈ വേരിയേഷന്റെ ഇത്. പിന്നെ അസോസിയേഷൻ ഭയങ്കരമായിട്ടുള്ള ഒരു ഇതാണ്. ഇപ്പൊ ഈ വേരിയേഷനും കോവേരിയൻസ് എന്ന് പറഞ്ഞ, ഇപ്പൊ വേരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സീരീസ് വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു സീരീസ് അതേ സീരീസ് ആയിട്ടുള്ള കോവേരിയൻസിനെയാണ് എക്സും വൈയും എക്സ് തന്നെ ആയി കഴിഞ്ഞാൽ വേരിയൻസ് എന്ന് പറയും. എക്സും വൈയും വേറെ വന്നു കഴിഞ്ഞാൽ അതിനെ കോവേരിയൻസ് എന്ന് പറയും. അപ്പൊ കോവേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം എക്സ് എന്നുള്ള സീരീസിന്റെ ആവറേജ് എടുക്കും, അത് കഴിഞ്ഞിട്ട് ഓരോ എലമെന്റും മറ്റേ കുറയ്ക്കും, അതേമാതിരി വൈഡേയും എടുത്തിട്ട് കുറച്ചിട്ട് അതിന്റെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ കോവേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. കോവേരിയൻസിനെ നോർമലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോറിലേഷൻ കിട്ടും. അപ്പൊ കോറിലേഷൻ വിൽ ടേക്ക് വാല്യൂ ഇൻടു 0 and 1 and -1 ഇടയിലേക്ക് അത് ഫിറ്റ് ചെയ്യും. അപ്പോ എന്താ പറയാ, ഈ അതിന് കുറെ പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട്. അപ്പൊ കോവേരിയൻസ്, കോൺട്രാവേരിയൻസ്, ഇൻവേരിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മള് ഈ എന്താ പറയാ സൈൻ ഓഫ് ദി ഈ കോറിലേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഓപ്പറേഷൻ ആണ്. പിന്നെ റിഗ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള ലീനിയർ റിഗ്രഷൻ ആണ് ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. കാരണം ഓർഫിറ്റിംഗ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടി. അപ്പൊ രണ്ട് സീരീസ് തമ്മിലുള്ള ബന്ധം അല്ലെങ്കിൽ ഒരു പോയിന്റ് ക്ലൗഡിനെ ഒരു ലൈൻ ഫിറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റേ ആർക്ക് ഫിറ്റ് ചെയ്യാം, ക്യൂബിക് ഒക്കെ ഫിറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. പക്ഷേ എന്താ പറയാന്ന് വെച്ചാല് ഓർഫിറ്റിങ്ങിന്റെ ചാൻസ് ഉണ്ട്. അപ്പോൾ റിഗ്രഷൻ, ഒരു ലീനിയർ റിഗ്രഷൻ ഒരു പവർഫുൾ ഓപ്പറേഷൻ ആണ്. ഇനി കോറിലേഷൻ കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളത് ഇൻഹറന്റ്ലി ലീനിയർ ഓപ്പറേഷൻ ആണ്. അപ്പൊ നിങ്ങൾക്ക് കോറിലേഷൻ 1 അടുത്ത് കിടക്കുന്ന ഡാറ്റയുമേ ലീനിയർ റിഗ്രഷൻ ഈസ് എ വെരി സ്യൂട്ടബിൾ മെഷർ. അപ്പൊ നിങ്ങളുടെ ലീനിയർ റിഗ്രഷന്റെ ഡിഗ്രി ഓഫ് കോൺഫിഡൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് കോറിലേഷൻ ഒരു നല്ല മെഷറാണ്. ലോജിസ്റ്റിക് റിഗ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീനിയർ റിഗ്രഷനെ ലോഗിക് ട്രാൻസ്ഫോം ചെയ്തിട്ട് ഒരു ബൈനറി ക്ലാസ്, അതായത് എസ്മാരിയുടെ ഒരു കർവ് ജനറേറ്റ് ചെയ്തിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത് ഒരു ക്ലാസിഫിക്കേഷൻ അൽഗോരിതമാണ്. അത് 2ൽ കൂടുതൽ ക്ലാസ് വന്നാൽ അതിനെ സോഫ്റ്റ് മാക്സ് എന്ന് പറയും. അങ്ങനെ സോഫ്റ്റ് മാക്സ് ഇൻ സീരീസ് ആൻഡ് പാരലൽ ആണ് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്. ഇനി അതിൽ സ്പേഷ്യൽ ഡാറ്റ ഹാൻഡിൽ ചെയ്യാൻ കുറെ സ്പെഷ്യൽ ഫിൽറ്റേഴ്സ് വെച്ചിട്ട് സോഫ്റ്റ് മാക്സ് ലെയർ വഴിക്കുകയാണെങ്കിൽ അതിനെ CNN എന്ന് പറയും. അതില് ടൈം വേരിയബിളും അതായത് മെമ്മറിയും കൂടി
ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ എന്താ പറയുക LSTM അല്ലെങ്കിൽ GRU എന്ന് പറഞ്ഞ നെറ്റ്വർക്ക് പറയും. അവിടെ ടൈം ഫിറ്റ് ചെയ്യണതിന് പകരം അറ്റൻഷൻ എന്ന് പറഞ്ഞൊരു സാധനം ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ ട്രാൻസ്ഫോമർ നെറ്റ്വർക്ക് ആകും. അപ്പോൾ ഈ മെഷർ ഓഫ് അസോസിയേഷൻ ഒരു പവർഫുൾ സീരീസ് ഓഫ് ടൂൾസ് ആണ്. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മെയിൻ ക്രക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി, മെഷർ ഓഫ് വേരിയേഷൻ, മെഷർ ഓഫ് അസോസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിനൊരു ജോമെട്രിക് കൊണോട്ടേഷൻ കൂടി ഉണ്ട്. ഇപ്പോൾ കോവേരിയൻസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡോട്ട് പ്രൊഡക്റ്റ് ഓപ്പറേഷൻ ആണ്. നോർമലൈസ്ഡ് ഡോട്ട് പ്രൊഡക്റ്റ് ആണ് ഈ കോറിലേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ. നമുക്ക് ഈ ഡോട്ട് പ്രൊഡക്റ്റ് വെച്ചിട്ട് നമുക്ക് കൊസൈനൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൊസൈൻ സിമിലാരിറ്റി ഡിസ്റ്റൻസ് വരുന്നത് ഈ കോവേരിയൻസും കോറിലേഷനിൽ നിന്നാണ്. അപ്പോൾ ഒരു വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ജോമെട്രിക് കൊണോട്ടേഷനും കൂടി ഇതിനുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ അത് വരുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇപ്പൊ സെൻട്രൽ ടെൻഡൻസി കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സീരീസ് ഓഫ് വാല്യൂ എടുക്കുന്നു, അതിന്റെ ഗുരുത്വം അല്ലെങ്കിൽ സെന്റർ ഓഫ് ഗ്രാവിറ്റി കണ്ടുപിടിക്കുകയാണ്. അപ്പൊ അതിലെ ഓരോ പോയിന്റ്സും ഇസ് എ വെക്ടർ ഫ്രം ദാറ്റ് ആബ്സല്യൂട്ട് സീറോ. അപ്പോൾ കോവേരിയൻസ് ചെയ്യുന്നത് എന്താണ്, രണ്ട് വെക്ടേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന ഒരു ഫീലാണ് ഉണ്ടാവുന്നത്. അവിടെയാണ് അതിന്റെ ഡോട്ട് പ്രൊഡക്റ്റിന്റെ ആംഗിൾ വരുന്നത്. അപ്പോൾ ഡോട്ട് പ്രൊഡക്റ്റ് can be used to compute cosine and cross product can be used to compute സൈൻ. അപ്പോ അവിടെ വരുന്നൊരു ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഇപ്പോ നമ്മളിപ്പോ ജോമെട്രിക് കൊണോട്ടേഷൻ പറഞ്ഞപ്പോ 2D 3D we can easily understand. പക്ഷേ നമുക്ക് ഇറ്റ് വിൽ സ്കെയിൽ ടു n dimensions as well. നിങ്ങൾക്ക് അത് വിഷ്വലൈസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൂ. അപ്പോൾ 100 എലമെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് കൊസൈൻ സിമിലാരിറ്റി ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഈ മെഷർ ഓഫ് അസോസിയേഷൻ ബിക്കംസ് എ വെരി പവർഫുൾ ടൂൾ ഫോർ എന്താ പറയാ ഡൂയിങ് അനാലിസിസ് ഓഫ് യുവർ ഡാറ്റ. അപ്പോൾ ഇതാണ് നമ്മൾ പാരാമെട്രിക് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഇതുണ്ട്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അല്ല നമ്മളൊരു ഇൻഫ്ലുവൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സിൽ വരുമ്പോഴാണ് അതൊക്കെ ഇല്ല, ഇതിൽ ഇല്ല. ചെറുതെ വൈശാരം ഇല്ല, ഞാൻ ഈ ജോമെട്രിക് മീനിന്റെ ഒരു പ്രോപ്പർ എക്സാമ്പിൾ നോക്കുകയാണ് കുറച്ചുകൂടി എളുപ്പത്തിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട്. അത് മറ്റേത് പറഞ്ഞല്ലേ, ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങളുടെ പ്രോസസ്സ് മൾട്ടിപ്ലിക്കേറ്റീവ് ആന്ന് വെച്ചോ. ഇപ്പൊ ഇൻവെസ്റ്റ്മെന്റ്, ഫിനാൻസ്, സ്റ്റോക്ക് മാർക്കറ്റ് ഡെഫിനിഷൻ പറഞ്ഞ പോലെ nth റൂട്ട് അല്ലേ സാറേ? nth റൂട്ട് എന്ന് പറയുമ്പോ y raised to n equal to x എന്ന് പറയാം അല്ലേ? അതായത് എക്സിന്റെ nth റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഇപ്പൊ a⁻1/n ആണെങ്കിൽ 1/n log a അതിന്റെ ആന്റി ലോഗരിതം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് nth റൂട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ആ nth റൂട്ട് വരുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പൊ രണ്ട് നമ്പർ, ഇപ്പൊ നമുക്ക് രണ്ട് മെഷറേ ഉള്ളൂ എന്ന് വെച്ചോ. ആവറേജ് എന്ന് പറയുന്നത് എന്താണ്, a+b/2 ആയിരിക്കും. ശരിയാണോ? മറ്റേതാണെങ്കിൽ എന്തായിരിക്കും, റൂട്ട് ഓഫ് ab ആയിരിക്കും. മറ്റേത് 1/a + 1/b വരും. അപ്പൊ എന്തായിരിക്കും, അല്ല /2 2/, അങ്ങനെ കണ്ടല്ലേ തന്നെ 1/a ഞാൻ ഇപ്പൊ 3 നമ്പർ ഉണ്ട് വിചാരിക്കുക, 10, 20, 30. ഇതിന്റെ ജോമെട്രിക് മീൻ എന്ന് പറയുമ്പോ ഇത് മൂന്നും ഗ്രോ ചെയ്ത ഈക്വൽ ആയിട്ട് മറ്റേ മൾട്ടിപ്ലൈ ചെയ്യുമ്പോ അല്ല ഇപ്പൊ 10, 20, 30 ആണെങ്കിൽ നിങ്ങൾക്ക് 10,200 × 3 6,000 വരും. അപ്പൊ അതിന്റെ റൂട്ട് എടുത്ത് നോക്കി, 6,000 റൂട്ട് എത്രയാ? 18 അല്ല 6,000 അല്ലല്ലോ, 600 അല്ലേ വരുള്ളൂ. 6,000 6,000. അപ്പൊ 6,000 റൂട്ട് എന്ന് പറയുമ്പോ ക്യൂബ് റൂട്ടാണ്. മറ്റേത് 18.7 പറഞ്ഞ വാല്യൂ ഇല്ല, അത് ഒരു സെൻസിബിൾ ഫോമിലേക്ക് എങ്ങനെ മാറ്റുന്ന ആലോചിച്ചോളൂ. അല്ല ഇപ്പൊ നിങ്ങൾ എല്ലാവരും പാരത്തമാറ്റിക് മീൻ എടുത്ത് നോക്കിയാ 10, 20, 30 എടുത്ത് നോക്കുക. അപ്പൊ 30 + 30 60 20 അല്ലേ വരുള്ളൂ. അപ്പൊ അപ്പൊ നിങ്ങളുടെ പ്രോസസ്സ് മൾട്ടിപ്ലിക്കേറ്റീവ് ആണെങ്കിൽ ജോമെട്രിക് മീൻ ആയിരിക്കും ബെറ്റർ. ഇറ്റ് വിൽ ഫിറ്റ്. അവിടെ എന്താ അറിയാനുള്ളത്? അതായത് ഇതിന് ഉദ്ദേശിച്ച ഓരോ നമ്പറും കറക്റ്റ് ആയിട്ട്
ഗ്രോ ചെയ്യുകയാണെങ്കിൽ ഈക്വൽ ആയിട്ട് പോവാണെങ്കിൽ 18 അങ്ങനെയല്ല ഇപ്പൊ ഗ്രോത്ത് എന്നല്ല പറയുന്നത്. ഇപ്പൊ ഞാൻ പറയുന്ന പോയിന്റ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു സീരീസ് വന്നു ഇപ്പൊ 10, 20, 30. അത് എന്തിന്റെ ബേസിസിലാ വന്നേ? നിങ്ങള് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഈ പാല് കറക്കുകയെന്ന് വെച്ചോ, അത് ഓരോ ദിവസം കറങ്ങുന്നത് അഡിറ്റീവ് അല്ല, അത് മൾട്ടിപ്ലിക്കേറ്റീവ് ആവണമെന്നുണ്ടാവും. അപ്പൊ ഏറ്റവും കൂടുതൽ ജോമെട്രിക് മീൻ ഞാൻ കണ്ടേക്കുന്നത് ഫിനാൻസിലാണ് ഉപയോഗിക്കുന്നത്. അതൊരു മൾട്ടിപ്ലിക്കേറ്റീവ് പ്രോസസ് ആണ്. അവിടെ ഞാൻ പറഞ്ഞ എക്സാമ്പിൾ എന്തായിരുന്നു? അതായത് ആവറേജ് റിട്ടേൺ നിങ്ങള് മറ്റേ അരിത്തമാറ്റിക് കാണുകയാണെങ്കിൽ 100 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് 10% കിട്ടി, പിന്നെ 10% പോയി കഴിഞ്ഞാൽ 2 കൊല്ലം കഴിയുമ്പോൾ 100 വരണ്ട. പക്ഷെ 99 എന്താ ചെയ്യണേ? മനസ്സിലായോ? അപ്പൊ അങ്ങനെ, അതായത് പ്രീവിയസ് AR/n അല്ലെങ്കിൽ ഒരു ജോമെട്രിക് പ്രോഗ്രഷനിലെ ഡാറ്റ വന്നേന്ന് വെച്ചോ, സം കൈൻഡ് ഓഫ് എ ജോമെട്രിക് റിലേഷൻഷിപ്പ് വേണം സക്സസീവ് വാല്യൂസ് തമ്മിൽ. എന്നാലാണ് that will make that fits much better than adding and dividing it. മനസ്സിലായില്ലേ? പറഞ്ഞോ. ഇല്ല, പിന്നെ പറഞ്ഞുകൊണ്ടിരുന്നുള്ളത് ഈ ക്വാഡ്രാറ്റിക് മീൻ. അതെന്താണ്? സ്ക്വയർ എടുത്തിട്ട് മീൻ ഫിസിക്സിലൊക്കെ യൂസ് ചെയ്യാം. RMS റൂട്ട് മീൻ സ്ക്വയർ. ഓക്കെ ഓക്കെ. അത് ഇലക്ട്രിക് കറന്റ് സിഗ്നൽ DSP അതിലൊക്കെ യൂസ് ചെയ്യാം. അങ്ങനെ കുറെ ഇതുണ്ട്. ഇപ്പൊ ഞാൻ ക്വാഡ്രാറ്റിക് മീൻ കണ്ടിട്ടുണ്ട്, പക്ഷെ എനിക്ക് അതിന്റെ ഐ ഹാവന്റ് യൂസ്ഡ് ഇറ്റ് എനിവെയർ. ഇനിയിപ്പോ കണ്ടാൽ നോക്കിയാൽ അറിയാൻ പറ്റും എനിക്ക്. ഇപ്പൊ ക്വാഡ്രാറ്റിക് മീൻ ഒക്കെ അതിനെ കുറിച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അങ്ങനെയല്ലേ ഇത് കാണുമ്പോ ഉണ്ടല്ലോ, കുറെ കേസ് സ്റ്റഡീസ് കളക്ട് ചെയ്യുന്നതിലാണ് കാര്യം ഇരിക്കുന്നത് ചിലത്. മനസ്സിലായോ? അല്ല, അവിടെയാണ് ആ സോഷ്യോളജിക്കൽ ആംഗിൾ സാർ പറയുന്നത്. അതെ അതെ. അല്ല, ഇനി അത് മാത്രമല്ല, നമ്മള് ഈ സൈക്കോളജിക്കൽ ഇന്റലിജൻസ് ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യണം. അപ്പൊ എന്തോന്ന് വെച്ചാൽ ആൾക്കാര് ഓരോ സ്റ്റാറ്റിസ്റ്റിക്സ് പറയുമ്പോഴോ അല്ലെങ്കിൽ അവര് സ്റ്റാറ്റിസ്റ്റിക്സ് കോട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിനെ ക്രിട്ടീക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അവരുടെ സ്കെയിൽ ഏതാണ്, നോമിനലാണ് മോഡലാണ്. ഇപ്പൊ നോമിനലുമ്പോൾ കൊണ്ടുവന്നിട്ട് അവരെ ആവറേജ് കണ്ടാൽ, ഇപ്പൊ മിക്ക സ്ഥലത്തെയും മിക്ക കമ്പനികളിലെയും ബ്രോക്കൺ ആണ് മറ്റേ അവിടുത്തെ സെലക്ഷൻ പ്രോസസ്സ്. അവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് ഒരു 5 വെക്ടർ അങ്ങനെ എടുക്കും. കമ്മ്യൂണിക്കേഷൻ സ്കിൽ, പ്രസന്റബിലിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരെ കൊണ്ട് സ്കെയിൽ ചെയ്യിപ്പിക്കും. ആർക്കും 75 മുകളിൽ കിട്ടും. എങ്ങനെ പോയി കഴിഞ്ഞാൽ, അതായത് അപ്പൊ അത് അതിനൊരു ജനറലൈസേഷൻ ഇതില്ല. അത് ജസ്റ്റ് വെറുതെ ഒരു നോമിനൽ സ്കെയിലിനെ പിടിച്ച ഒരു വാല്യൂലേക്കാണ് അങ്ങോട്ട് ഇത് ചെയ്യണം. അപ്പൊ തമാശ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു റിസർച്ച് പേപ്പർ ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയിലെ ഒരു ടീം പ്രപ്പോസ് ചെയ്തെന്ന് പറയുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു അത് മിക്കവാറും ഡയമെൻഷണൽ അനാലിസിസ് നടത്തിയിട്ടുണ്ടാവില്ല, അത് തെറ്റായിരിക്കും. ഞാൻ പേപ്പർ തുറന്നു നോക്കിയപ്പോ അത് തന്നെ അതേമാതിരി എന്റെ ഒരു ബോസേ എന്നെ വേറൊരു ഉള്ളിനെ കൂടി ഒരു ടാസ്ക് ഏൽപ്പിച്ചു. അതായത് ഈ ക്ലൗഡിന്റെ ഇപ്പൊ ഈ ക്ലൗഡൊക്കെ വന്നപ്പോ ഒരു ദേശീയ വിനോദം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്ലൗഡിന്റെ കപ്പാസിറ്റി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. നിങ്ങൾക്ക് മനസ്സിലായ? അപ്പൊ ഇവരിങ്ങനെ മോഡൽ ഉണ്ടാക്കുക. ഞാൻ നോക്കുമ്പോ ഉണ്ടല്ലോ, ഗ്രാഫൊക്കെ അടിപൊളിയായിട്ട് എക്സലിൽ വരുന്നുണ്ട്, പക്ഷേ അത് ജനറലൈസ് ചെയ്യില്ല. ഇറ്റ് ഡസന്റ് സേ എനിത്തിങ്. മനസ്സിലായില്ലേ? നിങ്ങള് ഒരു വാല്യൂ എടുത്ത് കൊടുത്തു കഴിഞ്ഞാല് ഗ്രാഫൊക്കെ പ്ലോട്ട് ചെയ്യും, പക്ഷെ അതിന് പ്രെഡിക്റ്റീവ് വാല്യൂ ഇല്ല. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഡയമെൻഷണൽ അനാലിസിസ് നടത്തിയിട്ടില്ല, മെഷർ ഇല്ല അവിടെ. കിട്ടിയാ? അപ്പൊ ഇതാണ് ഒരു അല്ല, ഈ ജനറലൈസബിൾ സോഫ്റ്റ്വെയർ ഡിസൈനും ആ ട്രേറ്റ് ഞാനിപ്പോൾ അല്ല ജനറലൈസബിൾ സോഫ്റ്റ്വെയർ ഡിസൈനും ഇത് തന്നെയല്ലേ എന്നുള്ളതാണ് ഞാനിപ്പോൾ ആലോചിക്കണേ. സെയിം പ്രോബ്ലം ഇല്ലേ? അല്ലല്ല, അങ്ങനല്ല. അതെ, അതായത് ആ എസെൻസ് എടുത്താലേ അത് ജനറലൈസബിൾ ആവുള്ളൂ. എസെൻസ് എടുത്തിട്ട് അത് സ്ട്രക്ചർ ആക്കണം.
അതെ അതെ ഇല്ലല്ല. അപ്പൊ ശരിക്കും ഡയമെൻഷണൽ അനാലിസിസ് എന്നുള്ളൊരു സബ്ജക്ട് ഉണ്ട് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലേക്ക് പഠിക്കണേ. അത് മര്യാദക്ക് പഠിച്ചില്ലെങ്കിൽ നമ്മള് അവിടുന്ന് ഇവിടുന്നൊക്കെ ഡാറ്റ പല സ്കെയിൽസ് ഒക്കെ എടുത്ത് മിക്സ് ചെയ്ത് ഞെട്ടിക്കുന്ന ഗ്രാഫൊക്കെ പ്രൊഡ്യൂസ് ചെയ്യും. പക്ഷെ നിങ്ങൾ ബാക്ക് ടെസ്റ്റ് നടത്തി നോക്കിയിട്ടുണ്ടാവും. അതിപ്പോ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. മെറ്റാ ട്രേഡർ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ഉണ്ട് കേട്ടോ. അപ്പൊ മെറ്റാ ട്രേഡറിന്റെ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ടിക്കർ കിട്ടും കറൻസിയുടെ ഇതിന്റെ. അപ്പൊ നിങ്ങൾ അതിന്റെ ഉള്ളിൽ പല സാധനങ്ങളൊക്കെ ഫിറ്റ് ചെയ്ത് നോക്കും. അപ്പൊ ഡാറ്റയ്ക്ക് കർവ് ഫിറ്റ് ചെയ്യണല്ലോ. കുറെ കഴിഞ്ഞപ്പോ ഞാൻ കർവില് ഡാറ്റ ഫിറ്റ് ചെയ്യാൻ നോക്കും. അപ്പൊ സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡലിങ്ങിലോട്ട് കയറാതിരിക്കുന്ന വേദം. അപ്പോ ആ ഒരു പ്രോബ്ലം ഉണ്ട്. ഇപ്പൊ മറ്റേ ഈ ലീനിയർ റിഗ്രഷനിലോട്ടും ന്യൂറൽ നെറ്റ്വർക്കിലോട്ടൊക്കെ നമുക്ക് ന്യൂമറിക് ഡാറ്റ വേണമല്ലോ. അപ്പൊ വെറുതെ കയറിക്കൊണ്ടേക്ക് കുറെ വാല്യൂ ഒക്കെ ഫിറ്റ് ചെയ്യും ആൾക്കാര്. മനസ്സിലായില്ലേ? ലേബലിനൊക്കെ. ഇപ്പൊ സ്റ്റാറ്റിസ്റ്റിക്സിൽ അടുത്ത പ്രോബ്ലം ഉണ്ട്. ഇപ്പൊ മൾട്ടിവേരിയറ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് വരുമ്പോഴാണ് അതിന്റെ പ്രശ്നം. ഇപ്പൊ നിങ്ങള് സിമിലർ ഡാറ്റ 2 കോളത്തിൽ വന്നാലേ ഡബിൾ കൗണ്ടിങ് മാതിരിയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ ഡയമെൻഷണൽ അനാലിസിസ് മറ്റേ ഇതുണ്ട്, ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ എന്ന് പറഞ്ഞ പ്രോസസ് ഒക്കെ അപ്ലൈ ചെയ്താലേ നിങ്ങൾക്ക് എന്താ പറയാ, ഇനിയിപ്പോ 100 കോളം ഉണ്ടെന്ന് വെച്ചോ, അതിൽ ചിലപ്പോ 10 കോളം ഒക്കെ ആയിരിക്കും ചിലപ്പോ എന്തെങ്കിലുമൊക്കെ എഫക്ട് ഉണ്ടാകണേ. മനസ്സിലായില്ലേ? അപ്പൊ പ്രിൻസിപ്പൽ കോമ്പണന്റ് അനാലിസിസ് അങ്ങനത്തെ കുറെ ഇൻഡിപെൻഡന്റ് കോമ്പണന്റ് അനാലിസിസ് എന്നൊക്കെ പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്. അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ മൾട്ടിവേരിയറ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കണം, എൻ ഡയമെൻഷണൽ വെക്ടർ പഠിക്കണം, ഗ്രഹാം ഷ്മിഡ് ഓർത്തോഗണലൈസേഷൻ എന്താന്ന് പഠിക്കണം. മനസ്സിലായേ? അപ്പൊ അതിനൊക്കെ വല്ല സ്റ്റാറ്റിസ്റ്റിക്കൽ പാക്കേജ് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പൊ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇപ്പൊ ഞാൻ അങ്ങനത്തെ ഇപ്പൊ ഞാനൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോ ഞാൻ നമ്മുടെ നടരാജ ഗുരുവിന്റെ സെർച്ച് ഫോർ നോം ഇൻ വെസ്റ്റേൺ തോട്ട് വായിച്ചു കഴിഞ്ഞപ്പോ ഈ പേപ്പർ ഇവാലുവേഷൻ കമ്മിറ്റിയിൽ എന്നെ വിളിച്ച്. അപ്പൊ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോ ഒരു നോമില്ല ഒരു പേപ്പറിന്. അതായത് ഈ ചികിത്സക്ക് പോകാൻ രോഗിയാവുന്ന ഒരു പ്രശ്നം ഉണ്ടല്ലോ സ്റ്റാറ്റിസ്റ്റിക്സില്. അതിനാണുള്ള ബേസ് റേറ്റ് നെഗ്ലക്ട് ഒഴിവാക്കി ബേസ് റേറ്റും കൂടി ഫാക്ടറിങ് ചെയ്തിട്ട് നമ്മൾ ബേസിയൻ സ്റ്റാറ്റിസ്റ്റിക്സിൽ കാൽക്കുലേറ്റ് ചെയ്യണം. ഇവിടെ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ പേപ്പർ സബ്മിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് പ്രൈസ് കിട്ടും. പക്ഷെ പേപ്പറിന് ഒരു ക്രൈറ്റീരിയ വെച്ചിട്ട് ആ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യാത്തതാണെങ്കിൽ ഈവൻ ഇഫ് ഇറ്റ് ഈസ് ദി ഓൺലി ലോൺ പേപ്പർ യു ഷുഡ് റിജക്ട് ഇറ്റ് അല്ലേ? ഐഡിയലി അതെ. അല്ല, അപ്പൊ മിക്ക പേപ്പറിലും ഈ പ്രശ്നമുണ്ട്. അതായത് കൊടുക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് ഇല്ലേ റോങ് ആ ഡയമെൻഷണൽ അനാലിസിസിന്റെ. അതിപ്പോ ഈ മറ്റേ ഈ ചെറിയ പ്രൈവറ്റ് കമ്പനികളോ അല്ലെങ്കിൽ ക്ലൗഡ് കോൺഫറൻസ് ഒക്കെ എടുക്കുമ്പോൾ അവിടെ വരുന്ന പേപ്പർ ഉണ്ട്, അതിലൊന്നും ഉണ്ടാവില്ല. ഈ ഒരു പേപ്പർ എഴുതാനുള്ള എന്തെങ്കിലും എഴുതി വെക്കണ്ട, അതിൻ്റെ ഉള്ള എന്തെങ്കിലും എഴുതി വെച്ച് ഈ പ്രൊഫസർമാര് പിടിച്ച് തോന്നണതാണ്. മനസ്സിലായോ? അപ്പൊ അത് സ്റ്റാറ്റിസ്റ്റിക്സ് ഇപ്പൊ നമുക്ക് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഫ്രാങ്ക്ലി സ്പീക്കിംഗ് ഈ എമംഗ് പ്രോഗ്രാമേഴ്സ് എന്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ ലിറ്ററസി അത്യാവശ്യം കഴിയാതെ വരുന്നത്. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡലിംഗ് ഒരു 5-6 പേരുടെ ഗ്രൂപ്പ് ചിലപ്പോ 1-2 കൊല്ലം പഠിക്കേണ്ടി വരും. മനസ്സിലായില്ലേ? ഇൻ ഓർഡർ ടു ബി കോൺഫിഡന്റ് ഇൻ സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡലിംഗ്. ഇതിപ്പോ എന്ന് വെച്ചാല് ഈ വെൽ നോൺ പിന്നെ റിസർച്ച് മെത്തേഡ് എന്ന് പറഞ്ഞൊരു പരിപാടിയൊക്കെ ഉണ്ട്. അപ്പൊ അത് ഈ നമ്മളിപ്പോ ക്വസ്റ്റ്യനെയർ ഒക്കെ ഉണ്ടാക്കുക, പിന്നെ അതെങ്ങനെ ഡാറ്റ ടാലി ചെയ്യുക, ഒരു പ്രോസസ് ഉണ്ടായിരുന്നു. ബുക്സ് ഒക്കെ ഉണ്ട് കേട്ടോ സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡലിംഗ് ഒക്കെ പഠിക്കണം. പക്ഷെ ഐ തിങ്ക് that should be left out to professionals അല്ലേ? ശരിക്കും who are good in actually doing it. അത് ഇപ്പൊ സ്റ്റാറ്റിസ്റ്റിക്സിൽ വേറെ കുറെ എന്താ പറയാ 100 കൂട്ടം കാര്യങ്ങളുണ്ട്. അപ്പൊ ആ ഒരു ഇതിലല്ല ഇപ്പൊ ഇപ്പൊ ഇതാണ് ഈ പാരാമെട്രിക് നോൺ പാരാമെട്രിക്കില് പൊതുവെ പറയാനുള്ളത്. അപ്പൊ നമുക്ക് ഇനിയിപ്പോ അടുത്ത ഇൻഫറൻഷ്യലിനെ കൂടെ നടന്നല്ലോ. അങ്ങനെ ഫുള്ള് ഇതിയല്ല പൈസ. അല്ല, ഞാൻ ഈ 3 മറ്റേ സാറ് പറഞ്ഞ എക്സ്ട്രീം ഔട്ട്ലയേഴ്സ് ഒക്കെ എങ്ങനെ ബാധിക്കും നോക്കിയതാണ്. അതെ അല്ല, അത് നോക്കാന്ന് വെച്ചാൽ അങ്ങനെയല്ല, അങ്ങനെ കേസ് സ്റ്റഡി കളക്ട് ചെയ്യാം. സോ ദാറ്റ് ഇപ്പൊ നമ്മളിപ്പോ അടുത്തത് ചിലപ്പോ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി ഫോക്കസ് ചെയ്ത് വിത്ത് ഫോർമുലാസ് അത് യൂണിവേരിയറ്റ് മൾട്ടിവേരിയറ്റ് നമ്മള് ഒരു ചർച്ചയ്ക്ക് എടുക്കാന്ന് വെച്ചോ വിത്ത് സ്ലൈഡ്സ് ആൻഡ് ഫോർ 2 hours.
സോ ദാറ്റ് വിൽ ഗീവ് us മച്ച് മോർ ദിസ് തിങ്. പിന്നെ ബുക്സ് ഉണ്ട്, നേക്കഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, ഹൗ ടു ലൈവ് സ്റ്റാറ്റിസ്റ്റിക്സ്, പിന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ നട്ട്ഷെല്. പിന്നെ എന്താ പറയാ, ഇപ്പൊ വേറൊരു ബുക്ക് മറ്റേ എന്താ പറയാ, നല്ല എല്ലാവരും വായിക്കേണ്ടത് സ്റ്റാറ്റിസ്റ്റിക്സ് വിതൗട്ട് ടിയേഴ്സ്. സ്റ്റാറ്റിസ്റ്റിക്സ് വിത്ത് ടിയേഴ്സ് ആണ് മറ്റേ. വിതൗട്ട് ടിയേഴ്സ്. അങ്ങനെ കുറെ എന്താ പറയാ കാര്യങ്ങൾ അതിൻ്റെ ഉള്ളുണ്ട്. അപ്പൊ നമുക്ക് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സിലോട്ട് കടക്കാം. ഓക്കെ, അപ്പൊ ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദ സ്റ്റാറ്റിസ്റ്റിക്സ്. ഓക്കെ, അപ്പോ ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ് എക്സ്പ്ലോറേറ്ററി ഡാറ്റ അനാലിസിസ് നടത്തുമ്പോൾ, മെഷീൻ ലേണിംഗിന്റെ പ്രോസസ് നടത്തുമ്പോൾ. പിന്നെ ടു ഓഫൺ എക്സോസ്റ്റീവ് എന്യൂമറേഷൻ ഒന്നും പോസിബിൾ അല്ല, മിക്കവാറും നമുക്ക് കിട്ടുന്ന സാമ്പിൾ ആയിരിക്കും. അപ്പൊ അതിൻ്റെ ഉള്ളില് അപ്പൊ ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കണേക്കാൾ മുമ്പ് നമ്മൾ പ്രോബബിലിറ്റിയെ കുറിച്ച് ഒരു അത്യാവശ്യം, പ്രോബബിലിറ്റി മാത്രമല്ല റാൻഡം വേരിയബിൾസ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. റാൻഡം വേരിയബിൾ, അത് റാൻഡം വേരിയബിൾ യൂണിവേരിയേറ്റും ഉണ്ട്, ബൈവേരിയേറ്റ് ഉണ്ട്, ഇനി മൾട്ടിവേരിയേറ്റും ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ റൊട്ടീൻ ഏതാന്ന് മനസ്സിലാക്കി ആറോ എസ്സോ അല്ലെങ്കിൽ SPSSO അങ്ങനത്തെ സ്റ്റാറ്റിസ്റ്റിക്കൽ പാക്കേജ് ഉപയോഗിച്ചിട്ട് ഈ ടൈപ്പ് അനാലിസിസ് നടത്തുന്നതാണ് നല്ലത്. ഇനി ഹൗ ടു ഇന്റർപ്രറ്റ് ദ ഡാറ്റ ഈസ് ആക്ച്വലി അനദർ തിങ്. അപ്പൊ ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഫസ്റ്റ് പ്രോബബിലിറ്റി ആൻഡ് റാൻഡം വേരിയബിൾസിനെ കുറിച്ചുള്ള നല്ല നോളജാണ്. ഇപ്പൊ പ്രോബബിലിറ്റി പഠിക്കുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമൻ മൈൻഡ് നോർമലി പ്രോബബിലിസ്റ്റിക് തിങ്കിങ്ങിന് പറ്റിയതല്ല. പീപ്പിൾ ആൾവേസ് ഗെറ്റ് ഇറ്റ് റോങ്. അപ്പൊ നെറ്റിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാല് ഒരു മോണ്ടി ഹാൾ പ്രോബ്ലം എന്ന് പറഞ്ഞൊരു പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ഇതിനെ കുറിച്ച് ഇതിനുമ്പോൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ മോണ്ടി ഹാൾ പ്രോബ്ലം എന്താണെന്ന് വായിക്കുക. അതിന് സ്ട്രാറ്റജി സ്വിച്ച് ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ സ്വിച്ച് ചെയ്യണ്ടെന്ന് പറയുന്നവരാണ് സ്റ്റാറ്റിസ്റ്റിക്സിൽ PhD പോലുള്ളവർ. പക്ഷെ സിമുലേഷനൊക്കെ നടത്തി നോക്കുമ്പോൾ സ്ട്രാറ്റജി സ്വിച്ച് ചെയ്യണം എന്നാണ് റിസൾട്ട്. അപ്പോൾ പ്രോബബിലിറ്റി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡസൻറ്റ് മേക്ക് ഇൻറ്റ്യൂട്ടീവ് സെൻസ് ടു മോസ്റ്റ് പീപ്പിൾ. അത് പ്രോബബിലിറ്റി എന്നുള്ളൊരു ഡിസിപ്ലിൻ തുടങ്ങിയത്, അതായത് ശരിക്കും ബ്ലേസ് പാസ്കലും ഫെർമാറ്റും ഷെവലിയർ ഡി മേറോ അങ്ങനെ ഒരു ഫ്രഞ്ച് നോബിൾമാനും തമ്മിലുള്ള മൂന്ന് ഫ്രാൻസിലാണ് ഫോർമൽ പ്രോബബിലിറ്റി തിയറി ഉണ്ടായത്. അപ്പോൾ പീറ്റർ ഷില്ലർ, അയാളുടെ യേൽ യൂണിവേഴ്സിറ്റിയിലെ ഷില്ലറാണ്. പീറ്റർ ഇറാഷണൽ റോബർട്ട് ഷില്ലറാണോ ഒരു മിനിറ്റ് കേട്ടോ, റോബർട്ട് ഷില്ലറാണോ ഒരു മിനിറ്റ്, ഇറാഷണൽ എക്സ്പീരിയൻസ് എഴുതിയ റോബർട്ട് ഷില്ലർ. ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് യേൽ കോഴ്സ്. ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ആണ് റോബർട്ട് ഷില്ലർ. ഇറാഷണൽ എക്സ്പീരിയൻസ് ഒക്കെ എഴുതിയാണ്. പുള്ളിയുടെ ബുക്കില് ഋതുവർണ്ണന്റെ കഥ പറയുന്നുണ്ട്. അതായത് പ്രോബബിലിറ്റിയുടെ ഇയാൻ ഹാക്കിംഗ് എന്ന് പറഞ്ഞൊരു പ്രോബബിലിറ്റിയുടെ ഫിലോസഫർ ഉണ്ട്. പുള്ളി പറഞ്ഞു വെച്ചാല് മഹാഭാരത കഥയിലോ അങ്ങനത്തെ ഒരു ഋതുവർണ്ണൻ എന്ന് പറഞ്ഞ പുള്ളിയുണ്ട്. പുള്ളി ഒരു രാജാവൻ. പുള്ളിനെ ബാനിഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പുള്ളി മരത്തിലെ ഇല കൗണ്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചതാണ് ഫസ്റ്റ് യൂസ് ഓഫ് പ്രോബബിലിറ്റി, അല്ലെങ്കിൽ എന്താ പറയാ ആയിട്ട് ഇത് ചെയ്യണേ. പക്ഷെ ഫോർമൽ പ്രോബബിലിറ്റി സ്റ്റഡി ഗാംബ്ലിങ്ങിന്റെ കോണ്ടെക്സ്റ്റില് പിയറി ഡി ഫെർമാൻ, ഇത് ഫെർമാൻസ് ലാസ്റ്റ് ഇയറിലുള്ള, പിന്നെ ബ്ലേസ് പാസ്കൽ ഒരു ഫ്രഞ്ച്, അയാൾ തമ്മിലുള്ള കറസ്പോണ്ടൻസി എന്നാണ് ഉണ്ടായത്. പിന്നെ സൈമൺ ഡി ലാപ്ലാസ് അതിനെ കുറച്ചുകൂടി ഫോർമലൈസ് ചെയ്യും. ആൻഡ്രേ കോൾമോഗ്രോ അതിനെ ആക്സിയോമാറ്റൈസ് ചെയ്യുകയും ചെയ്ത് സിഗ്മ ബോറൽ ആൾജിബ്രയൊക്കെ വെച്ചിട്ട് ഇപ്പോൾ വെരി സൊഫിസ്റ്റിക്കേറ്റഡ് സ്റ്റഡി. അപ്പൊ അതിന്റെ കുറച്ച് കീ റിസൾട്ട്സ്, ഇപ്പോൾ ബേസിയൻ സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ കണ്ടീഷണൽ പ്രോബബിലിറ്റി ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ഡ്രഗ് ടെസ്റ്റിന്റെ എഫിക്കസി ടെസ്റ്റിങ്, റാൻഡമൈസ് കൺട്രോൾ ട്രയലിന്റെ പുറകിലുള്ള മാത്ത് എന്താണ്, പിന്നെ ഈ എന്താ പറയുക കണ്ടീഷണൽ പ്രോബബിലിറ്റി തന്നെയാണ് മെഷീൻ ലേണിംഗിലെ എ പ്രയോറി അനാലിസിസ് ഇതിലൊക്കെ നടത്തുന്നത്. ഇപ്പോൾ കോറിലേഷനും കോവേരിയൻസും റിഗ്രഷനൊക്കെ ഒരു ബൈവേരിയേറ്റ് അനാലിസിസോ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ കാണാം. അപ്പോൾ അതാണ് പ്രോബബിലിറ്റിയുടെ സാധനം. പിന്നെ രണ്ടാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പിളിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്തിട്ട് അത് പോപ്പുലേഷനിലോട്ട്
എസ്റ്റിമേറ്റ് ചെയ്യുന്നതിനെയാണ് എന്താ പറയാ എസ്റ്റിമേഷൻ എന്ന് പറയുന്നത്. അത് തന്നെ പോയിന്റ് എസ്റ്റിമേഷൻ ഉണ്ട്, അത് ഇന്റർവൽ എസ്റ്റിമേഷൻ ഉണ്ട്. ഇനി യു ക്യാൻ ഡു എസ്റ്റിമേഷൻ ഓൺ മീൻ, മീഡിയൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, റേഷ്യോ, പ്രൊപ്പോർഷൻ, whatever you say. ഓക്കെ, അപ്പൊ അതിനുവേണ്ടി സ്റ്റാൻഡേർഡ് എറർ കാൽക്കുലേറ്റ് ചെയ്യുന്ന പ്രൊസീജിയർ ഉണ്ട്, Z ടെസ്റ്റ് ഉണ്ട്, T ടെസ്റ്റ് ഉണ്ട്. അതൊക്കെയാണ് ഈ പറയുന്ന എന്താ പറയാ ഈ എസ്റ്റിമേഷനിൽ പൊതുവെ വരുന്നത്. അപ്പോ ഈ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നിങ്ങൾക്ക് ഒരു മരുന്ന് കുത്തിവെച്ചു. അപ്പൊ ഈ മരുന്ന് കുത്തി വെച്ചത് കൊണ്ട് രോഗം മാറിയെന്ന് പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ എന്താ വെച്ചാല് മരുന്ന് കുത്തി വെച്ചോണ്ട് രോഗം മാറില്ല എന്നൊരു ഹൈപ്പോത്തസിസ് ഉണ്ടാവും. അതിനാണ് നൾ ഹൈപ്പോത്തസിസ് ഉണ്ടാക്കുന്നത്. മരുന്ന് കുത്തി വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ട്. ഇപ്പൊ പി വാല്യൂ, കോൺഫിഡൻസ് ഇന്റർവെൽ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ട് ഈ നൾ ഹൈപ്പോത്തസിസ് ആക്സെപ്റ്റ് ചെയ്യോ അല്ലെങ്കിൽ അത് റിജക്ട് ചെയ്യുകയാണ്. റിജക്ട് ചെയ്താൽ നമുക്ക് ആൾട്ടർനേറ്റ് ഹൈപ്പോത്തസിസ് എടുക്കാം. അപ്പോ അത് തന്നെ വൺ ടൈൽ ഉണ്ട്, 2 ടൈൽ ഉണ്ട്, മറ്റേ എന്താ പറയാ ഈ അങ്ങനത്തെ ടെസ്റ്റ് ഉണ്ട്. അപ്പോ ബോത്ത് സൈഡ് എടുക്കുന്ന ടെസ്റ്റ് ഉണ്ട്. അപ്പോ ഇത് രണ്ടുമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സിലെ മെയിൻ. അതായത് എസ്റ്റിമേഷൻ, അത് പോയിന്റ് എസ്റ്റിമേഷൻ, ഇന്റർവൽ എസ്റ്റിമേഷൻ ഉണ്ട്, ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് ഉണ്ട്. ഈവൻ ദോ ഇത് ഒരു 2 സാധനമുള്ളൂവെങ്കിലും പ്രോബബിലിറ്റിയിൽ നല്ല നോളജ് ഉണ്ടാവുക മാത്രമല്ല, ഈ എസ്റ്റിമേഷന്റെ ഓരോ ഇപ്പൊ മീൻ, ഇപ്പൊ സാമ്പിൾ മീൻ എങ്ങനെയാണ് പോപ്പുലേഷൻ മീൻ ആയിട്ടുള്ള ഇത്, ചിലപ്പോൾ നമുക്ക് സാമ്പിൾ മീൻ കിട്ടും, പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അറിയാം. അപ്പൊ നമുക്ക് ഡിഗ്രി ഓഫ് കോൺഫിഡൻസ് എന്താണ്, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് എസ്റ്റിമേഷന്റെ അഡ്വാൻറ്റേജ്. ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് നമ്മൾ എന്താ പറയാ വല്ല എക്സ്പെരിമെന്റ് ഒക്കെ നടത്തുമ്പോൾ നൾ ഹൈപ്പോത്തസിസ്, ആൾട്ടർനേറ്റ് ഹൈപ്പോത്തസിസ് മെത്തേഡ്സ് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. പിന്നെ എന്താ പറയാ, അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഞാനൊരു സ്ലൈഡ് ഉണ്ടാക്കിയിരുന്നു. അപ്പൊ നമുക്ക് 1, 2 ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് ഈസ് എ മെത്തേഡ് യൂസ്ഡ് ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് ടു ഡിറ്റർമിൻ വെദർ ദർ ഇസ് ഇനഫ് എവിഡൻസ് ഇൻ എ സാമ്പിൾ ടു ഇൻഫർ ദാറ്റ് എ സർട്ടൻ കണ്ടീഷൻ ഹോൾഡ്സ് ഫോർ എൻ്റയർ പോപ്പുലേഷൻ. നമുക്ക് ഇതിനൊരു ഇതുണ്ട്. അപ്പൊ നമുക്ക് ഒരു കേസ് സ്റ്റഡി ഇതിൽ നോക്കാം. A factory claims its light bulbs last an average of 1000 hours. A sample of 50 bulbs show a mean of 980 hours with a standard deviation of 50 hours. Test the claim at alpha is equal to 0.05. Alpha is equal to 0.05 എന്ന് പറഞ്ഞാൽ 2 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മുകളിൽ വരും എന്നുള്ളതാണ് നോക്കണേ. അപ്പൊ അവിടെ നൾ ഹൈപ്പോത്തസിസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് 1000 എന്താ പറയാ അതിന്റെ ആവറേജ്. ആൾട്ടർനേറ്റ് ഹൈപ്പോത്തസിസ് 1000 അല്ല എന്നാണ്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ Z ടെസ്റ്റ് ആണ് ഇവിടെ നടത്തുന്നത്. Z ടെസ്റ്റ് പൊതുവെ പ്രാക്ടിക്കലി ഉപയോഗിക്കാറില്ല. നമ്മുടെ വാല്യൂ 980 ആണ് നമുക്ക് കിട്ടിയത്. അതിൽ നിന്ന് മ്യൂ എന്ന് പറഞ്ഞാൽ ഇവിടെ ആവറേജ്, എക്സ്പെക്റ്റഡ് ആവറേജ് ആണ്, 1000 ആണ്. പിന്നെ സിഗ്മ എന്ന് പറഞ്ഞ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് /√10. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ 980/1000/50/√50 എടുക്കുമ്പോൾ നമുക്ക് -2.83 കിട്ടും. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു Z ടെസ്റ്റ്, Z സ്കോർ ഉണ്ട്. അതിൽ നോക്കിക്കഴിഞ്ഞാൽ ക്രിട്ടിക്കൽ വാല്യൂ ആൽഫ ആകുമ്പോൾ അത് -1.96 ആണ്. അപ്പോൾ 1.96നേക്കാൾ താഴെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന Z സ്കോർ. അതുകൊണ്ട് നൾ ഹൈപ്പോത്തസിസ് നമുക്ക് റിജക്ട് ചെയ്യാം. അപ്പോൾ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 980 അവേഴ്സേ വന്നോളൂ. 50 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണെങ്കിൽ ആവറേജ് 1000 ആയിരിക്കാൻ ചാൻസ് ഇല്ല എന്നാണ് ഈ ടെസ്റ്റ് ഇത് ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ ഒരു പ്രോബ്ലം കൂടി ഫോർ ദ സേക്ക് ഓഫ്, ഇപ്പൊ അവിടെ Z ടെസ്റ്റ് എന്താണെന്ന് അറിയണം. ഇനിയിപ്പോൾ നമുക്ക് വേറെ ഒരു ഇതാണെങ്കിൽ ഇപ്പൊ നേരത്തെ പറഞ്ഞതൊരു എന്താ പറയാ ഈ Z ടെസ്റ്റ് ആണ്. നമുക്ക് വേരിയൻസ് നോൺ ആണ്, മനസ്സിലായില്ലേ?
അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് പ്രൊപ്പോർഷൻ ആണെങ്കിൽ എന്താണെന്ന് നോക്കിയാൽ കമ്പനി ക്ലെയിം 60% of its customers are satisfied. Out of 200 surveyed customers, 100 are satisfied. Test the claim alpha is equal to ആൽഫ എന്ന് പറഞ്ഞാൽ 99%. അപ്പോൾ തേർഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ നൾ ഹൈപ്പോത്തസിസ് എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഈ പ്രോബിലിറ്റി 0.6 ആണ്, മറ്റേ ആൾട്ടർനേറ്റ് 0.6 അല്ല എന്ന് പറഞ്ഞത്, 60% കസ്റ്റമേഴ്സ് സാറ്റിസ്ഫൈഡ് അല്ല എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രൊപ്പോർഷന്റെ വേറെ ഫോർമുലയാണ് സ്റ്റാൻഡേർഡ് എററിന്റെ, മുകളിൽ നോക്കി അറിയാം. മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടഡ് വാല്യൂ മൈനസ് എക്സ്പെക്റ്റഡ് വാല്യൂ ബൈ സിഗ്മ ബൈ റൂട്ട് എന്നാണ് സ്റ്റാൻഡേർഡ് എറർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ. ഇവിടെ വരുമ്പോൾ ഈ എന്താ പറയുക, ഈ നമ്മുടെ ബീറ്റ കാൽക്കുലേറ്റ് ചെയ്തു, അതുകൊണ്ട് അതിൽ നിന്ന് P0 അപ്പോൾ ഒരു വേറെ ഫോർമുല ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന് -289 കിട്ടി. ക്രിട്ടിക്കൽ വാല്യൂ നമ്മൾ സെഡ് ടെസ്റ്റിന്റെ ആ ടേബിളിൽ നിന്ന് എടുക്കുന്നു, -258 ആണ്. അപ്പോൾ ഈ രണ്ട് സ്ഥലത്തും ആദ്യത്തെ രണ്ടെണ്ണവും നൾ ഹൈപ്പോത്തസിസ് റിജക്ട് ചെയ്തത്. ഇനിയിപ്പോൾ വേറെ എന്താ പറയുക, ഇതിപ്പോൾ കൈ സ്ക്വയർ ടെസ്റ്റ് ആണ്, ഇതിപ്പോൾ നോൺ പാരാമെട്രിക് സാധനത്തിലാണ്. ഇതാണ് ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ്. ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനെക്കുറിച്ചൊരു ചർച്ച വയ്ക്കുന്നതായിരിക്കും. ഇനി എസ്റ്റിമേഷൻ ആണെങ്കിൽ പോയിന്റ് ആൻഡ് ഇന്റർവൽ എസ്റ്റിമേഷൻ ആണ്. അപ്പോൾ കുറച്ച് പ്രോബ്ലംസ് നമ്മൾ ഇപ്പോൾ പല മെത്തേഡുണ്ട്. ഈ MLE എന്താണ് ഇതായിരുന്നു, പക്ഷെ ഇത് ഒരു ചെറിയ ഇതിലൊന്നും നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. കേസ് സ്റ്റഡീസ് കുറേ ഇതുണ്ട്. അതായത് കോൺഫിഡൻസ് ഇന്റർവൽ എന്ന് പറയുന്ന നോഷൻ ഉണ്ട്. സെഡ് ടെസ്റ്റിന് ഇതാണെങ്കിൽ T ടെസ്റ്റിന് വേറെ ആയിരിക്കും. അപ്പോൾ എന്താ പറയുക, ഇത് ഒരു ടേസ്റ്റ് ടു ഗെറ്റ് ദ ടേസ്റ്റ് മാത്രം കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വൈൽ റിട്ടേൺ ബാക്ക് ടു അപ്പോൾ ഈ ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ക്രക്സ് ഇരിക്കുന്നത് ഇപ്പോൾ പ്രോബബിലിറ്റി ആൻഡ് ഇറ്റ്സ് ഡിസ്ട്രിബ്യൂഷൻ. അത് തന്നെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. അപ്പോൾ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷനിൽ നിന്നാണ് നമ്മൾ T ടെസ്റ്റിന്റെയും മറ്റേതിന്റെയൊക്കെ വാല്യൂസ് എടുക്കുക. പിന്നെ സാമ്പിളുമ്പോൾ ചെയ്തിട്ട് പോപ്പുലേഷനുടെ എസ്റ്റിമേഷൻ ചെയ്യുന്ന പരിപാടിയുണ്ട്, ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് ഉണ്ട്. അപ്പോൾ ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സിനെ കുറിച്ച് വേണമെങ്കിൽ എന്തെങ്കിലും ഒരു ചർച്ച ചെയ്യാം. പക്ഷേ അപ്പൊ നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അത് മുഴുവൻ പഠിക്കുക എന്നുള്ളതാണ്, മനസ്സിലായില്ലേ? വേറെ ഇപ്പൊ എന്ന് വെച്ചാൽ സാമ്പിളിംഗ് പ്രോബബിലിറ്റിയെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യണം. ഇപ്പൊ നമ്മളിപ്പോ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഒരു അംബർലയാണ്. ഇപ്പൊ നമ്മള് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ എന്താ പറയാ സെൻട്രൽ ടെൻഡൻസിയും വേരിയേഷനും അസോസിയേഷനും, പിന്നെ ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പ്രോബബിലിറ്റിയും, പിന്നെ എസ്റ്റിമേഷൻ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് പഠിക്കുന്നതിനേക്കാൾ മുമ്പ് നമുക്ക് പ്രോബബിലിറ്റി ആൻഡ് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് പഠിക്കണം. ബൈവേരിയേറ്റ് എന്താണെന്ന് പഠിക്കണം. അത് പഠിച്ചാലേ നിങ്ങൾക്ക് മറ്റേ പിന്നെ ഓരോ ടെസ്റ്റ് T ടെസ്റ്റ് എന്താണ്, സെഡ് ടെസ്റ്റ് എന്താണ്, അതും കൂടിയൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് വേണം ഈ ഹൈപ്പോത്തസിസ് ടെസ്റ്റിങ്ങും പോപ്പുലേഷനിലോട്ട് പോകാൻ. ഞാൻ പറഞ്ഞോളൂ. ഒന്നുമില്ലേ? ജനറലൈസ് ചെയ്യാനുള്ള മനസ്സിലായി. ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഇതിൽ ഞാൻ ഫുള്ള് ഈ സാമ്പിൾ സൈസ് എങ്ങനെയാണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നതൊക്കെ, അതിനെന്തൊക്കെയോ ടെസ്റ്റിന് 30 സാമ്പിൾസ് താഴെയൊക്കെയാണ് T ടെസ്റ്റ് ഉപയോഗിക്കുക. ഫ്ലോ ചാർട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അതിന്റെ. ഇനി അതിന് കൂടുതലാണെങ്കിൽ നമുക്ക് സെഡ് ടെസ്റ്റ് ഉപയോഗിക്കുന്നതാണ് നല്ലത്. പക്ഷെ സെഡ് ടെസ്റ്റ് ആരും ഉപയോഗിക്കാറില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ T ടെസ്റ്റ് ഇപ്പോൾ സാമ്പിൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു നല്ല ഇതാണ് ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ നോൺ പാരാമെട്രിക് ആണെങ്കിൽ കൈസ്കോർ ടെസ്റ്റ് ആയിരിക്കും നല്ലത്. ഇനിയിപ്പോ ഒരു 100 ടെസ്റ്റുകളുണ്ട്, മനസ്സിലായില്ലേ? ഇപ്പൊ ഞാനൊരു ബുക്കൊക്കെ ഒന്ന് സ്കിം ചെയ്ത് കഴിഞ്ഞപ്പോ പേടിയായി, മനസ്സിലായില്ലേ? കാരണം ഈ വൈഫിന്റെ പ്രൊഫസർ 200 സാമ്പിൾസ് ഉണ്ടെങ്കിൽ അതൊരു ഗുഡ് സ്റ്റഡി ആണെന്നൊക്കെ പറയണ്ടായിരുന്നു. പക്ഷെ അതൊരു സോഷ്യൽ കോണ്ടെക്സ്റ്റിലുള്ള അത് 200 ഗുഡ് മെഷർ ഉറപ്പാണല്ലോ. അപ്പൊ ഈ സാമ്പിൾ എന്ന് പറഞ്ഞാലേ ഇനിയിപ്പോ ഇതിന്റെ ഉള്ളൊരു വേറൊരു പ്രശ്നമുണ്ട്. ഇപ്പൊ സാമ്പിളിംഗ് എന്ന് പറഞ്ഞാലേ ഒരു സെൻട്രൽ ലിമിറ്റ് തിയറം
മറ്റേ എന്താ പറയാ, ഈ ലോ ഓഫ് ലാർജ് നമ്പേഴ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റാ. അപ്പൊ സെൻട്രൽ ലിമിറ്റ് തിയറം പറയണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഇപ്പൊ ഇലക്ഷൻ പ്രവചനം നടത്തണം. ഇപ്പൊ പിണറായി മത്സരിക്കുന്ന ധർമ്മടോ അല്ലെങ്കിൽ മോഡി മത്സരിക്കുന്ന മറ്റേ വാരണാസിയോ, ഇനി അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഈ നമ്മുടെ തൃപ്പൂണിത്തുറയ്ക്ക് അടുത്ത് കാക്കനല്ല, മറ്റേ തൃക്കാക്കര നിയോജക മണ്ഡലത്തിൽ ഉമാ തോമസ് ജയിക്കുമോ, അങ്ങനെയൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ അവിടെ സാമ്പിൾ എന്ന് പറഞ്ഞൊരു അർത്ഥമുണ്ട്. അതായത് ഇപ്പോ ഈ ഒരു 2500 സാമ്പിൾ ഉണ്ടെങ്കിൽ ആ നിയമസഭ നല്ല ആക്യുറസിയിൽ പ്രെഡിക്റ്റ് ചെയ്യാം. അപ്പൊ അവിടെ വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 50 സാമ്പിളിന്റെ 30 മതി, 30 എലമെന്റ് ആയാലും മതി. അപ്പൊ ഒരു 50 പേരുടെ റാൻഡം ആയിട്ട് ചൂസ് ചെയ്യുന്ന 50 പേരുടെ ഒപ്പീനിയൻ ആണ് ഒരു മെഷർ. അങ്ങനെ 50 പേരെ എടുത്താലാണ് 2500 ആവുക, 50 പ്രാവശ്യം എടുത്തു കഴിഞ്ഞാൽ. അപ്പൊ എന്നിട്ട് ഈ ഓരോ 50ന്റെ നമ്മൾ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും അവിടെ. അപ്പൊ സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരെണ്ണമല്ല എടുക്കുന്നത്, മനസ്സിലായില്ലേ? ഒരു ലോട്ടിനെയാണ് സാമ്പിൾ എന്ന് പറയുന്നത്. ഇലക്ഷൻ സെഫോളജി എന്ന് പറയും, അതിലാ അതാ വരുന്നത്. ഞാൻ പറഞ്ഞില്ലേ, നമുക്കിപ്പോ ഈ എന്താ പറയാ, നമുക്കിപ്പോ പിന്നെ കുറെ ഇപ്പൊ മെഷീൻ ലേണിംഗ്, ഇപ്പൊ ഈ ഒന്നാമത് ഈ മെഷീൻ ലേണിംഗിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ കുറെ പാക്കേജ് കിട്ടിയിട്ട് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാല് കാര്യങ്ങളൊന്നും ഈ വെള്ളം ചേർത്ത മെഷീൻ ലേണിംഗ്, വെള്ളം ചേർത്ത സ്റ്റാറ്റിസ്റ്റിക്സ് ഞാൻ മെഷീൻ ലേണിംഗിനെ വിളിക്കണേ, മനസ്സിലായില്ലേ? അതായത് നിങ്ങളിൽ പാസ്റ്റ് ഡാറ്റ ഉണ്ട്, ഹിസ്റ്റോറിക്കൽ ഡാറ്റ ഒക്കെ ഉണ്ടെങ്കിൽ ടൈം സീരീസും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ലോങ്ങിറ്റ്യൂഡിനൽ സ്റ്റഡി ഒക്കെ എടുത്തിട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കുന്ന നല്ലത്. അവിടെ മെഷീൻ ലേണിംഗിന് പോകേണ്ട ആവശ്യം പോലും ഇല്ല. ഇപ്പൊ ഫിനാൻസിലൊക്കെ പോയി മെഷീൻ ലേണിംഗ് ഒക്കെ ഉപയോഗിക്കണം എനിക്ക് തോന്നുന്നുള്ളത് അങ്ങനെ ഒരു അല്ല, അത് പാരാമീറ്റർ ലേണിംഗിനാണെന്ന് പിന്നെ അല്ലാതെ ഞാൻ പണ്ട് ഇത് ചെയ്യാറുണ്ട്. അതായത് പാരാമീറ്റർ ലേണിംഗിനാണ് ഇത് ഈ മറ്റേ ഈ മെഷീൻ ലേണിംഗിന്റെ അഡ്വാൻറ്റേജ് ഇരിക്കുന്നത്. അല്ലാതെ മോഡല് മെഷീൻ ലേണിംഗ് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോ കാശ് അറിയാൻ പറ്റില്ല, മനസ്സിലായില്ലേ? അപ്പൊ ഒരു അത് ഈ മറ്റേ എൻവയറമെന്റൽ സ്റ്റഡീസ് ഇല്ല, സിവിൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഒരു, അവിടെയൊക്കെ ഞാനിപ്പോൾ എൻ്റെ കസിൻ ഉണ്ട്, ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവന്മാർ ഇതാണ് പരിപാടി, മോഡൽ ചെയ്യുന്നതിൽ പാരാമീറ്റർ ലേൺ ചെയ്യാൻ വേണ്ടിയാണ് ML. അതെ അതെ. ഞാൻ തമാശ എന്താണെന്ന് അറിയാമോ, ഞാനത് ഞാൻ ഇൻഡിപെൻഡന്റ് കണ്ടുപിടിച്ചത് ഒരു പ്രാവശ്യം, മനസ്സിലായില്ലേ? എന്റെ കേസില് അപ്പൊ ഞാനല്ലാതെ വേറൊരു അതും ഫിനാൻസിലൊക്കെ ഞാൻ എക്സ്റ്റെൻസീവ് ബൾക്ക് ഡാറ്റ പ്രോസസിംഗ് സിസ്റ്റത്തിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെ ഞാൻ നോക്കിയിട്ട് മെഷീൻ ലേണിംഗിന് ഒരു സ്ഥാനമേ കാണുന്നില്ല എന്ന്, നിനക്ക് മനസ്സിലായ? അപ്പൊ ഹൈപ്പർ പാരാമീറ്റേഴ്സ് കൊടുക്കാനൊക്കെ കൊള്ളാം. പാരാമീറ്റർ ലേണിംഗ് കൂടി അല്ല ശരിക്കും. അപ്പൊ അതാണ് അതിന്റെ കാര്യം. അപ്പൊ നമുക്ക് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ്, അപ്പൊ നമുക്ക് ക്ലാസിഫിക്കേഷൻ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ റാൻഡം ഫോറസ്റ്റ്, ബൂസ്റ്റിങ്, ബാഗിങ്, സ്റ്റാക്കിങ്. അപ്പോ ഡിസിഷൻ ട്രീ ക്ലാസിഫിക്കേഷൻ അൽഗോരിതംസ് നമുക്ക് ഡിസിഷൻ ട്രീ ഒരു അൽഗോരിതമാണ്, കെ നിയറസ്റ്റ് നെയ്ബർ ഒരു വേറൊരു ക്ലാസിഫിക്കേഷൻ അൽഗോരിതം, അപ്പൊ ലോജിസ്റ്റിക് റിഗ്രഷൻ ഒരു ക്ലാസിഫിക്കേഷൻ അൽഗോരിതമാണ്. ഇനിയിപ്പോ ഈ ഈവൻ റിഗ്രഷൻ പോലും ഒരു ന്യൂമറിക്കൽ വാല്യൂ ആയതുകൊണ്ടാണ് റിഗ്രഷൻ ആവുന്നത്. അതും സം കൈൻഡ് ഓഫ് എ ക്ലാസിഫിക്കേഷൻ കാറ്റഗറിയിൽ നമുക്ക് പെടുത്താം ഇന്നവേ. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ ബൂസ്റ്റിങ്, ബാഗിങ്, സ്റ്റാക്കിങ്, ഇതാണ് എൻസംബിൾ മോഡൽസ് എന്ന് പറയും സ്റ്റാറ്റിസ്റ്റിക്സിൽ. അത് മെഷീൻ ലേണിംഗ് കമ്മ്യൂണിറ്റി അത് ഉപയോഗിക്കുന്നുണ്ട്. C4.5 അങ്ങനെ കേട്ടിട്ടുണ്ട്, ചെറുത് 5 C5 എന്നൊക്കെ പറഞ്ഞ്. അതായത് സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മ്യൂണിറ്റി മെഷീൻ ലേണിംഗും സെയിം അൽഗോരിതം തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങളിപ്പോ ഇപ്പൊ ഡിസിഷൻ ട്രീ ആണ് നിങ്ങളുടെ മോഡല്, നിങ്ങൾക്ക് 2 രീതിയിൽ ഇത് ചെയ്യാം. ഐദർ ഈ
ഡാറ്റ ഷഫിൾ ചെയ്തിട്ട് നിങ്ങൾക്ക് പല ഇൻസ്റ്റൻസ് ഓഫ് സെയിം മോഡൽ ഉണ്ടാക്കിയിട്ട് ഈ എന്താ പറയാ ചെയ്യുന്നതിനാണ് അതിനല്ല ബാഗിങ് എന്ന് പറയണേ. മറ്റേത് ബൂസ്റ്റിങ്. ഏത് ഈ ആദ്യം ഒരു മോഡൽ ട്രെയിൻ ചെയ്യും, അത് കഴിഞ്ഞിട്ട് അതില് മിസ്ക്ലാസിഫൈ ചെയ്ത സാധനങ്ങൾ ചേർത്തിട്ട് അടുത്ത മോഡൽ ഇങ്ങനെ ട്രെയിൻ ചെയ്തിട്ട് ബെറ്റർ ആകുന്നതിനാണ് ബൂസ്റ്റിംഗ് എന്ന് പറയുന്നത്. ശരിയല്ലേ? അവിടെ തന്നെ ഗ്രേഡിയന്റ് ബൂസ്റ്റിംഗ് മെഷീനാണ് ഏറ്റവും വൈഡ്ലി ഡിപ്ലോയിഡ് മെഷീൻ ലേണിംഗ് മോഡൽ എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ സ്റ്റാറ്റിസ്റ്റിക്സ് അതിന്റെ ബേസ് നോക്കുകയാണ്. പിന്നെയുള്ള സ്റ്റാക്കിംഗ് ആണ്. അതായത് സെയിം പ്രോബ്ലത്തിന് തന്നെ ലീനിയർ റിഗ്രഷൻ ആയിട്ടും കെ നിയറസ്റ്റ് നമ്പർ ആയിട്ടും ഡിസ്റ്റന്റ് ട്രീ ആയിട്ടും മോഡൽ ചെയ്തിട്ട് നിങ്ങൾ വോട്ടിങ്ങിന് ഇടുന്നതിനാണ് മറ്റേ സ്റ്റാക്കിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഈ എൻസെമ്പിളും അത് തന്നെയല്ലേ ശരിക്കും? എൻസെമ്പിളിന്റെ ഇതാണ് ഇപ്പൊ എൻസെമ്പിൾ മോഡൽസ് വരുന്നത് ക്ലാസിഫിക്കേഷൻ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന്. ഇപ്പൊ മൾട്ടിവേരിയറ്റ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഏത് ബുക്കും പഴയത് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഈവൻ മെഷീൻ ലേണിംഗിന് മുമ്പ് ക്ലാസിഫിക്കേഷനും ക്ലസ്റ്ററിങ്ങിന് ഒരു ചാപ്റ്റർ ഉണ്ട്. പിന്നെ കുറച്ച് അഡ്വാൻസ് ബുക്കിൽ പ്രിൻസിപ്പൽ കോമൺ അനാലിസിസിനെ കുറിച്ചൊക്കെ ഉണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ ക്ലസ്റ്ററിങ് എന്ന് പറഞ്ഞ ഈ സാധനം എന്ന് പറഞ്ഞാൽ സിമിലാരിറ്റി വെച്ചിട്ട് നിങ്ങള് അൺലേബിൾഡ് ഡാറ്റനെ ലേബിള് ഡിസ്കവർ ചെയ്യാനൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ മെഷീൻ ലേണിംഗിൽ അതിന് അൺസൂപ്പർവൈസ്ഡ് മെത്തേഡ് എന്നാ പറയണേ. പിന്നെ ഉള്ളത് മൾട്ടിവേരിയറ്റ് സ്റ്റാറ്റിസ്റ്റിക്സ്, യൂണിവേരിയറ്റ്. അതായത് ഒന്നിൽ കൂടുതൽ വേരിയബിൾസ് എങ്ങനെ ഔട്ട്പുട്ടിനെ ബാധിക്കും. അത് ഇൻഡിപെൻഡന്റ് ആയിട്ട് ബാധിക്കുന്നതുണ്ട്, ഇന്റർഡിപെൻഡന്റ് ആയിട്ട് ബാധിക്കുന്നതിനുണ്ട്. അതിന് വേറെ സ്റ്റാറ്റിസ്റ്റിക്സ് വേണം. ലീനിയർ റിഗ്രഷൻ എന്റെ അറിവ് ഇൻഡിപെൻഡന്റ്ലി ചെയ്യുന്നു എന്നുള്ളതാണ് മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രഷൻ. മനസ്സിലായോ? അതായത് ഓരോ ഈ ഇൻഡിപെൻഡന്റ് വേരിയബിളും ഓർത്തോഗോണലാണെന്നുള്ള അസ്യൂംഷൻ ഉണ്ട് അവിടെ. ഇല്ലെങ്കിൽ എന്തൊരു വെച്ചാൽ ഡബിൾ കൗണ്ടിങ് വരും അവിടെ. ഇപ്പൊ പ്രിൻസിപ്പൽ കോമൺ അനാലിസിസ് പോലും ഓർത്തോഗോണലൈസേഷനാ ചെയ്യണം അവിടെ. ചെറിയ ഡയമെൻഷണൽ ഇൻട്രൊഡക്ഷന് വേണ്ടി കളയാനേ. അപ്പൊ അത് ഭയങ്കര ഇതാണ്. പിന്നെ നമുക്ക് ആറും പൈത്തൺ സ്റ്റാറ്റിസ്റ്റിക്കൽ ലൈബ്രറീസ് വെച്ചിട്ട് പ്രോഗ്രാം ചെയ്യുന്നതാണ് നമ്മുടെ റുട്ടീനൊക്കെ ക്രാഫ്റ്റ് ചെയ്യുന്നതിനേക്കാളും ബെറ്റർ എന്നാണ് ഇത് ചെയ്യുന്നത്. അപ്പോ ഇതാണ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഒരു ഓവറോൾ ഒരു സമ്മറി. ഇത് അറ്റ്ലീസ്റ്റ് നിങ്ങൾക്കൊരു മെഷീൻ ലേണിംഗ് പ്രൊഫഷണൽ ആവാനല്ല, അറ്റ്ലീസ്റ്റ് ഒരു ലിറ്ററേറ്റ്, ഈ ശാസ്ത്രം എന്നൊക്കെ ആൾക്കാർ പറഞ്ഞാലേ അതെന്താന്ന് അറിയാൻ ഇത് വേണം. ഇനിയിപ്പൊ ഇതും മാത്തമാറ്റിക്കൽ ലിറ്ററസിയും കൂടി ജുഡീഷ്യസ്ലി മിക്സ് ചെയ്ത് കുറച്ച് ലോജിക്കും പ്രെഡിക്കേറ്റ് ലോജിക്കും എല്ലാവരും പഠിച്ചാലേ ഒരു ഗ്രൂപ്പ് എന്നല്ലോ ഇനി അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയൽ സ്റ്റാൻഡേർഡ് കൂടും എന്നുള്ളതാണ് വെപ്പ്. അപ്പോ ബിഫോർ വി വൈൻഡ് ദിസ് അപ്പ്, എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഉണ്ടോ? ആഡ് ചെയ്യണോ വൈശാഖേ? ഇൻ വാട്ട് വേ ദിസ് ഈസ് ഗോയിങ് ടു ഹെൽപ്പ് യു, ഓർ ആർ യു ഗോയിങ് ടു കണ്ടിന്യൂ ദ സ്റ്റഡി? അത് യൂസ്ഫുൾ ആയിരുന്നു. ഞാനിങ്ങനെ നോക്കായിരുന്നു കുറച്ച് കാര്യങ്ങളൊക്കെ. ഇപ്പൊ സാറ് ഇതില്ലേ എന്താ അത് 2 or 3 ഇൻഡിപെൻഡന്റ് ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിള് മൾട്ടി ലെവൽ ഗ്രൂപ്പ്സ് വരുമ്പോ അവർ യൂസ് ചെയ്യണമെന്ന് പറയുന്നത് അനോവ എന്നാണ്, അനാലിസിസ് ഓഫ് വേരിയൻസ്. അത് ഈ അനോവ, അൻകോവ അങ്ങനെ പലതും ഉണ്ട്. അതായത് ഇപ്പൊ അത് തന്നെ വേറെ കാര്യമുണ്ട്. അതായത് അത് വരുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അനോവയൊക്കെ ഉപയോഗിക്കുന്നത് ഈ സെയിം സെറ്റ് ഓഫ് ആൾക്കാരിൽ ഇപ്പൊ കാലത്ത് ഭക്ഷണം കഴിക്കണേ പോകും, ഭക്ഷണം കഴിച്ച ശേഷം അങ്ങനത്തെ സ്ഥലത്ത് വരുമ്പോഴാണ് ഈ അനാലിസിസ് ഓഫ് വേരിയൻസ് ഒക്കെ ഉപയോഗിക്കുന്നത്. അതായത് എന്താ ആവറേജ് സ്കോർ ഓഫ് സ്റ്റുഡൻസ് ടീച്ചിങ് മെത്തേഡ് മാറുമ്പോ. അതെ സെയിം. അപ്പൊ അതിന്റെ ലോങ്ങിറ്റ്യൂഡിനൽ സ്റ്റഡി എന്ന് പറയാമെന്ന് എനിക്ക് അറിഞ്ഞോടാ. മനസ്സിലായില്ലേ? അതായത് ഒരു സെയിം സാമ്പിളിനെ നിങ്ങള് ഇപ്പൊ ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ ഒരു സാധനം പഠിപ്പിക്കുക, ഇത് രണ്ട് വേറെ മെത്തേഡിൽ പഠിപ്പിക്കുക. അപ്പൊ ഇത് രണ്ടും വരുമ്പോ എക്സാം ഇടുമ്പോ വ്യത്യാസം ഉണ്ടെങ്കിൽ അങ്ങനത്തെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴാണ് അനാലിസിസ് ഓഫ് വേരിയൻസ്, അനാലിസിസ് ഓഫ് കോവേരിയൻസ് ഒക്കെ ഉപയോഗിക്കുന്നത്. അനോവ, മനോവ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ലേ? മൾട്ടി, അത് പല രീതിയിലുള്ള ഇത് കാൽക്കുലേറ്റ് ചെയ്യും. അത് ശരിയാ. അതൊക്കെ
അല്ല ഇതിപ്പോ ഞാൻ പറയട്ടെ, ഇപ്പൊ അറ്റ്ലീസ്റ്റ് ഇപ്പൊ ഞാൻ ഇത് ഫോം ചെയ്തപ്പോ എന്റെ ഉദ്ദേശം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, സ്റ്റാറ്റിസ്റ്റിക്സ് 4 തരം ഡാറ്റ ടൈപ്സ്, നാല് സ്കെയിലുള്ള നോമിനൽ, ഓർഡിനൽ, റേഷ്യോ, ഇന്റർവൽ. അപ്പോ നോമിനലും ഓർഡിനലും വെച്ച് സ്റ്റാറ്റിസ്റ്റിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നോൺ പാരാമെട്രിക് സ്റ്റാറ്റിസ്റ്റിക്സ്, അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഇന്റർവെലും റേഷ്യോയും വെച്ച് സ്റ്റാറ്റിസ്റ്റിക്സ് ചെയ്യുകയാണെങ്കിൽ അതിനെ മറ്റേ പാരാമെട്രിക് സ്റ്റാറ്റിസ്റ്റിക്സ്. പാരാമെട്രിക് സ്റ്റാറ്റിസ്റ്റിക്സിൽ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്, ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്. ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സിൽ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി ഉണ്ട്, മെഷർ ഓഫ് അസോസിയേഷൻ ഉണ്ട്, അല്ല മെഷർ ഓഫ് വേരിയേഷൻ ഉണ്ട്, മെഷർ ഓഫ് സ്പ്രെഡ് മറ്റേ അസോസിയേഷൻ ഉണ്ട്. ഇനി ലീനിയർ റിഗ്രഷൻ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് സാമ്പിളുമോ ചെയ്ത് പോപ്പുലേഷനിലോട്ട് കൊടുക്കുന്നതിനാണ് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ്. അവിടെ മെയിൻലി എസ്റ്റിമേഷൻ ആൻഡ് ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് ആണ്. ഇതിൽ പ്രോബബിലിറ്റിയുടെ നോളജ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ക്ലാസിഫിക്കേഷൻ, ക്ലസ്റ്ററിങ്, മൾട്ടിവേരിയറ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണ്, ഒരു ഓവറോൾ ഒരു ഇത് കൊടുക്കാം, ഒരു എന്താ പറയാ, ഒരു ഡിസ്കഷൻ ഗീക്ക് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. അപ്പൊ ഐ തിങ്ക് ഫ്രം ദാറ്റ് പെർസ്പെക്റ്റീവ് മേ ബി നമുക്കൊരു കുറച്ചുകൂടി ലാർജർ ഓഡിയൻസ് വരുമ്പോൾ, ഓഡിയൻസ് അല്ല, ഇപ്പൊ നമുക്ക് ഇനി എടുക്കുകയാണെങ്കിൽ വാട്ട് ഈസ് സെൻട്രൽ അബൌട്ട് സെൻട്രൽ ടെൻഡൻസി എന്നോ ഹൗ മച്ച് യു ഷുഡ് വാരി എന്ന് പറഞ്ഞ വേരിയേഷനെ കുറിച്ചോ അറിയും, ഔട്ട്ലയേഴ്സിനെ കുറിച്ച് അല്ല, എൻ്റെ അടുത്ത് കുറച്ച് കോഡൊക്കെ ഇരിപ്പുണ്ട് ഇതിന്റെ, അതൊക്കെ എടുക്കാം. അപ്പൊ അങ്ങനെ ഇതിനെ കുറിച്ച് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആ സംവാദത്തിൽ നിന്ന് ഇപ്പൊ 10 കേസ് സ്റ്റഡീസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പൊ അതിന്റെ പുറകില് ഇപ്പൊ സാരി ക്ലാർക്ക് കേസ് എന്താണ്, ഇനിയിപ്പോ സ്മിത ഹലപ്പനവാറിന്റെ ഡെത്ത് അയർലൻഡിലെ, അതിന്റെ പുറകിലുള്ള മാക്സ് എന്താണ്, ഇപ്പൊ മോണ്ടി കാർലോ സിമുലേഷന്റെ പുറകിലുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണ്, ഇനി സ്റ്റോക്കാസ്റ്റിക് കാൽക്കുലസ് എന്താണ്. അങ്ങനെ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സിനെ ചുറ്റിപ്പറ്റി, പ്രോബബിലിറ്റിയെ ചുറ്റിപ്പറ്റി കുറെ എന്താ പറയാ